ഹലോ. നമ്മുടെ സി എ ഇന്ററിന്റെ എസ് എമ്മിന്റെ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്? സർ, ചാപ്റ്റർ 5 ആണ്. ശരിയല്ലേ? യെസ്. ഈ ചാപ്റ്റർ 5 ഒരുപാട് ടോപ്പിക്സ് കവർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ലെങ്തിയസ്റ്റ് ആയത് അല്ലേ? യെസ്. സോ നമ്മൾ ടോട്ടൽ ടോപ്പിക്സ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 12 ടോപ്പിക്സ് നമുക്ക് ചാപ്റ്റർ നമ്പർ 5 പഠിക്കാനുണ്ട്. ഇതിനകത്ത് ന്യൂ സിലബസ് ടോപ്പിക് ഏതാണ്? അതായത് ഈ പുതിയ സിലബസ് വന്നതാണല്ലോ, അതിനകത്ത് ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സ് ഇതാണ്. നമ്മുടെ പഴയ സിലബസിൽ ഇല്ലാതെ പുതിയ സിലബസിൽ ആഡ് ഓൺ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്? മെക്കൻസി 7S മോഡൽ, SPM, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ. സോ ടോട്ടൽ 12 ടോപ്പിക്സ് ആൻഡ് 12 ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 12 ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടോപ്പിക് വേണമെങ്കിലും നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാം. Okay, so let's start with the revision of chapter number 5. Hi, hello everyone, it's me CA Sanjay. So welcome back to നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മുടെ റിവിഷൻ സീരീസ്, എസ് എമ്മിന്റെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ 4ാമത്തെ റിവിഷൻ ആണ് യൂസിങ് അവർ പവർ ചാർട്ട് അല്ലെ. സോ നമ്മുടെ പവർ ചാർട്ട്, ആസ് ഐ യൂസ് ടു സേ ഇൻ ഓൾ മൈ വീഡിയോസ്, പവർ ചാർട്ട് ഇസ് നത്തിങ് ബട്ട് കമ്പൈലേഷൻ ആണ്. നിങ്ങളുടെ എൻറ്റയർ എസ് എമ്മിന്റെ സിലബസ് 24 പേജസിനകത്ത് ഞാൻ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വിച്ച് ഇസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ യുവർ എക്സാം. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ റിവിഷന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി പോകുന്ന ഒരു മെറ്റീരിയലാണ് ഈ പവർ ചാർട്ട്, ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യു. നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ടെലിഗ്രാം, പവർ ചാർട്ട്. ഓക്കെ ആണോടാ? യെസ്. സോ ബിഫോർ ദാറ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലുള്ള ഇനിയും കണ്ടന്റ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽസ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്കും ഇതെന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാൻ, സുഹൃത്തുക്കളോടും നിങ്ങൾ പറയുക ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക. ഓക്കെ ആണോടാ? യെസ്. സോ എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ നമ്പർ 5, strategic implementation and evaluation. So the very first topic we are going to learn, ഈ 12 ടോപ്പിക് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് SF വേഴ്സസ് SI ആണ്. ഇതാണ് ആദ്യത്തെ ടോപ്പിക്. ഓക്കെ. മേ ബി ഈ ഒരു ചാപ്റ്റർ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഒറ്റ പാർട്ട് എല്ലാ ടോപ്പിക്കും കൂടി കയറുന്ന സമയത്ത് അത് വലിയൊരു വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ മേ ബി ഒരു പാർട്ടോ ചിലപ്പോൾ 1-2 പാർട്ടായിട്ടായിരിക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോടാ? യെസ്. സോ ഫസ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് SF വേഴ്സസ് SA. എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ വേഴ്സസ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ? നമുക്കറിയാം 3 കാര്യങ്ങളുണ്ട്: സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, സ്ട്രാറ്റജിക് ഇവാലുവേഷൻ. ഇതിൽ ഏതാണ് ആക്ഷൻ സ്റ്റേജ്? ഇതാണ് സർ ആക്ഷൻ. ഇംപ്ലിമെന്റേഷൻ ആണ് ആക്ഷൻ. അപ്പൊ ഇതെന്താണ് സർ? ഇത് ബിഫോർ ആക്ഷൻ, ഇത് സർ ഇത് ആഫ്റ്റർ ആക്ഷൻ. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ SF ആൻഡ് SI. സോ വൺ ഈസ് ആക്ഷൻ, അനദർ ഈസ് ബിഫോർ ആക്ഷൻ. സോ ദ ഡിഫറൻസ് നമ്പർ 1, ഫസ്റ്റ് വൺ എന്താണ്? ഒന്ന് ബിഫോർ ആക്ഷൻ ആണ്, ഒന്ന് ഡ്യൂറിങ് ആക്ഷൻ ആണ്. എടാ മക്കളെ, നിങ്ങൾ ബിഫോർ ആക്ഷൻ എഴുതുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൽ ആഫ്റ്റർ ആക്ഷൻ അടുത്ത് വരെ നിങ്ങൾക്ക് ഉണ്ടാവും, എഴുതരുത്. ഓക്കെ. സോ ഒന്ന് ബിഫോർ ആക്ഷൻ ആണ്, ഒന്ന് ഡ്യൂറിങ് ആക്ഷൻ ആണ്. സെക്കൻഡ് വൺ എഫക്റ്റീവ്നെസ് ആണ്. നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് ഫോക്കസ് ഓൺ എഫക്റ്റീവ്നെസ്. സർ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി? എഫക്റ്റീവ്നെസ് മീൻസ് ടാർഗറ്റ്. നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ് ആണ്. എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു? ഒരുപാട് ഇൻപുട്സ് എടുക്കുന്നുണ്ട്, ഒരുപാട് ടൈം എടുത്താൽ നിങ്ങൾ എഫിഷ്യന്റ് അല്ല. ചെറിയ ടൈം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിങ്ങൾ എഫിഷ്യന്റ് ആണ്. സോ വെനെവർ യു ആർ ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജി യു ഷുഡ് ഗിവ് മോർ ഫോക്കസ് ഓൺ എഫക്റ്റീവ്നെസ്, മറ്റേത് എഫിഷ്യൻസി. നെക്സ്റ്റ്, ഒന്ന് തല വെച്ചുള്ള പരിപാടി, ഒന്ന് ശരീരം അനങ്ങിയിട്ടുള്ള പരിപാടി. എവിടെയാണ് നമ്മൾ തല വെച്ച പരിപാടി, തല ഉപയോഗിക്കുന്നത്? സർ, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ തല ഉപയോഗിക്കണം സർ. സോ ഇന്റലക്ച്വൽ പ്രോസസ് ആൻഡ് റാഷണൽ പ്രോസസ്. ഇന്റലക്ച്വൽ പ്രോസസ് അല്ലെ, മറ്റേതൊരു ഓപ്പറേഷണൽ പ്രോസസ് ആണ്. ഒന്ന് ഓൺട്രപ്രണറൽ ആക്ടിവിറ്റി ആണ്, മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. ഒന്നിന് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വേണം. നമ്മൾ എപ്പോഴും സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ശരിയല്ലടാ? സോ അത് നമുക്കൊരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ് വേണ്ടത്. ഇൻറ്റ്യൂട്ടീവ് ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽ, ലോജിക്കൽ സ്കിൽ വേണം. അതേ സമയത്ത് നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷണൽ ലീഡർഷിപ്പ് സ്കില്ലാണ് വേണ്ടത്. എന്താണ് വേണ്ടത്? മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കില്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ ആണോടാ? യെസ് സർ. പിന്നെ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് ഒരുപാട് ആളുകളെ വേണ്ടത്? സർ, ഒബ്വിയസ്ലി സർ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ആളുകൾ വേണ്ടത്. സോ ഇവിടെ കോർഡിനേഷൻ among ഫ്യൂ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, ആൻഡ് അറ്റ് ദ ടോപ്പ് ലെവൽ ആണെങ്കിൽ ഇവിടെ കോമ്പിനേഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽസ് അറ്റ് ലോവർ ആൻഡ് മിഡിൽ ലെവൽ. സോ ഐ യൂസ് ടു സേ ഒരു നെമോണിക് ഉണ്ട്, ഇത് പഠിച്ച് വെക്കാൻ വേണ്ടി. എന്തൊക്കെയാണ് നെമോണിക്? AEIOU. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. AEIOU. സർ, വവൽസോ? യെസ് സർ, വവൽസ്. A ഫോർ ആക്ഷൻ, ഒന്ന് ബിഫോർ ആക്ഷൻ, ഒന്ന് ഡ്യൂറിങ് ആക്ഷൻ. ഈ വെച്ച് 2 പോയിന്റ് ഉണ്ട്, ഒന്ന് എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി, ഒന്ന് ഓൺട്രപ്രണറൽ ടാസ്കും അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കും. ഐ വെച്ച് ഒന്ന് ഇന്റലക്ച്വൽ പ്രോസസ്, ഒന്ന് ഓപ്പറേഷണൽ പ്രോസസ്. ഓ വെച്ച് കോർഡിനേഷൻ ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്, കോമ്പിനേഷൻ ഓഫ്. സർ, ഓ വെച്ച് എങ്ങനെ സർ കോർഡിനേഷൻ വരിക? എടാ, ആ കോർഡിനേഷനിൽ എത്ര ഉണ്ട്? സർ? 2 ഉണ്ട്. സോ ഓ വെച്ച് കോർഡിനേഷൻ, കഥയിൽ ചോദ്യമില്ല. ഓക്കെ. യു വെച്ചിട്ട് ഇൻറ്റ്യൂട്ടീവ് ആൻഡ് അനാലിറ്റിക്കൽ സ്കില്ല്, ആൻഡ് ഇപ്പുറത്ത് എന്തായിരുന്നു?
മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ. സർ ഇൻറ്റ്യൂട്ടീവിൽ എങ്ങനെയാണ് സർ യു വന്നത്? യു എങ്ങനെയാണ് സർ ഇൻറ്റ്യൂട്ടീവ് വന്നത്? ഇൻറ്റ്യൂട്ടീവ് എന്നൊന്ന് പ്രൊനൗൺസ് ചെയ്ത് ഇൻറ്റ്യൂട്ടീവ്. സോ യു ഫോർ ഇൻറ്റ്യൂട്ടീവ്. അതിൽ ചോദ്യമില്ല. ഓക്കെ. Yes, so AEIOU. So we are done with the first topic. എന്താണ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ വേഴ്സസ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. AEIOU. ഒന്നുകൂടി എന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത്. A ഫോർ ആക്ഷൻ, B ഫോർ ആക്ഷൻ, ഡ്യൂറിംഗ് ആക്ഷൻ. ഈ വെച്ച് 2 പോയിന്റ്. എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. ഓൺട്രപ്രണർ ടാസ്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. I ഇന്റലക്ച്വൽ പ്രോസസ്, ഓപ്പറേഷണൽ പ്രോസസ്. പിന്നെ O ഫോർ കോർഡിനേഷൻ ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്, കോമ്പിനേഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽസ്. ആൻഡ് U ഇൻറ്റ്യൂട്ടീവ് സ്കിൽ ആൻഡ് ഞാൻ പറഞ്ഞത് മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ. ഓക്കെ ആണോ? സോ നമ്മുടെ 12 ടോപ്പിക്കിനകത്തുള്ള ആദ്യത്തെ ടോപ്പിക് ഈസ് ഡൺ. ഓക്കെ ആണോ? സോ സെക്കൻഡ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. എവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പ്? ദേ കിട്ടി ലീഡർഷിപ്പ്. ലീഡർഷിപ്പിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും മാറി മാറി ചോദിക്കുന്നുണ്ടാവും. ലീഡർഷിപ്പിൽ നിന്നും ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് ഉണ്ടാവുക. ഒന്ന് ലീഡർഷിപ്പ് റോള്, ഒന്ന് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, ഒന്ന് അപ്രോച്ചസ് ടു ലീഡർഷിപ്പ്. ഈ 3 ചോദ്യങ്ങളിൽ നിന്നും ഒരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാകുന്നത്. വരുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ എന്താണ് സർ സ്ട്രാറ്റജിക് ലീഡർഷിപ്പിൽ? നമുക്ക് ആദ്യം റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാം. ഒരു നല്ല ലീഡർ, ഒരു സ്ട്രാറ്റജിക് ലീഡർ, ഒരു നേതാവ് ഒരുപാട് കിട്ടില്ലേ? സോ ഒരു സ്ട്രാറ്റജിക് ലീഡറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? സർ റെസ്പോൺസിബിലിറ്റി 1, സ്ട്രാറ്റജിക് ലീഡറാണ് ഡിസിഷൻ എടുക്കേണ്ടത്. തെറ്റ്. സ്ട്രാറ്റജിക് ലീഡറാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഡിഫറൻസ് ഉണ്ട് മക്കളെ, ഡിഫറൻസ് ഉണ്ട്. വെറും ഡിസിഷൻ എഴുതാൻ പാടില്ല. സ്ട്രാറ്റജിക് ഡിസിഷൻ. സേ ഫോർ എക്സാമ്പിൾ, നാളെ എംപ്ലോയീസിന് ലീവ് കൊടുക്കണോ വേണ്ടയോ? സ്ട്രാറ്റജിക് ഡിസിഷൻ ആണോ? അല്ല. മറ്റേ കമ്പനി നമ്മൾ അക്വയർ ചെയ്യണോ വേണ്ടയോ? സ്ട്രാറ്റജിക് ഡിസിഷൻ ആണ്. സോ ഒരു നല്ലൊരു സ്ട്രാറ്റജിക് ലീഡറിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? മേക്കിംഗ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. സെക്കൻഡ് വൺ, ഡിസിഷൻ എടുത്താൽ പോരാ, ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം. ഡിസിഷൻസ് എടുത്താൽ പോരാ, ആ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം. ഫോർമുലേറ്റിംഗ് ദ പോളിസീസ് ആൻഡ് ആക്ഷൻ പ്ലാൻ ടു ഇംപ്ലിമെന്റ് ദ ഡിസിഷൻ. ഈ പോളിസീസ് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇതൊക്കെ എംപ്ലോയീസിനോട് പറയണം. കാരണം ഈ പോളിസീസ് ഒക്കെ കംപ്ലൈ ചെയ്യേണ്ടത് എംപ്ലോയീസ് ആണ്. സോ കമ്മ്യൂണിക്കേറ്റ്, എൻഷോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ 3 പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ. ഒന്ന് ഡിസിഷൻസ് എടുക്കുക. എന്ത് ഡിസിഷൻ? സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുത്താൽ മതിയോ? അല്ല, ആ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക. ഒരുപാട് പോളിസീസ് എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഈ റൂൾസ് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലേ ഈ എംപ്ലോയീസിന് ഈ റൂൾസ് കംപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ എൻഷോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സോ നെക്സ്റ്റ്, അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുത്തു. ഇപ്പൊ ഈ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു മാനേജ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം ഈ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. ഓർഗനൈസേഷനിൽ ഈ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചേഞ്ചസുകൾ വരുത്തണം. 2 കാര്യം നമ്മൾ മാനേജ് ചെയ്യണം. എന്തൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ. ദേ പറക്കുന്നു ബലൂൺസ്. ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ, ഒന്ന് ഓർഗനൈസേഷൻ ചേഞ്ച്. ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ, ഒന്ന് ഓർഗനൈസേഷണൽ ചേഞ്ച്. ദേ വരുന്നു വീണ്ടും ബലൂൺ. പിന്നെ നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ലീഡറിനെയാണ്. കൾച്ചർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വർക്ക് കൾച്ചർ ഉണ്ട്, ഒരുപാട് കൾച്ചർ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമുക്കൊരു ടോപ്പിക് ഉണ്ട് കോർപ്പറേറ്റ് കൾച്ചർ, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇപ്പൊ തന്നെ യൂറോപ്പിലുള്ള കൾച്ചർ അല്ല, ഒരു യൂറോപ്യൻ കമ്പനി അല്ല, ഒരു ജർമ്മൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി, അവിടെയുള്ള കൾച്ചറും ഇന്ത്യൻ കമ്പനിയുടെ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയും. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 6 മണി വരെയാണ് ജോലി എന്ന് വിചാരിക്കുക. 6 മണി ജോലി കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മുതലാളി പറയും, 6 മണിയാകുമ്പോൾ നമ്മൾ വെയിറ്റ് ആയിരുന്നു, നോക്കി 6 മണി ആയപ്പോഴേക്കും കൂട്ടി പോന്നു, ലേറ്റ് ആയിട്ട് വന്നാൽ എന്താ, നേരത്തെ ഇറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശകാരിക്കും. അതേസമയത്ത് ഒരു യൂറോപ്യൻ കമ്പനി, ഒരു ജർമ്മൻ കമ്പനിയിൽ 6 മണിക്ക് ശേഷമാണ് നിങ്ങൾ പണിയെടുക്കുന്നെങ്കിൽ ഇറ്റ് ഷോസ് യുവർ ഇൻഎഫിഷ്യൻസി. 6 മണിക്കുള്ളിൽ തീർക്കാൻ പറ്റുന്ന വർക്കാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ പണിയെടുത്താൽ ഇറ്റ് ഷോസ് യുവർ ഇൻഎഫിഷ്യൻസി. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ കൾച്ചർ. സോ ഒരു നല്ല കൾച്ചർ ബിൽഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? സ്ട്രാറ്റജിക് ലീഡർ. ഇത്രയും കൾച്ചർ ബിൽഡ് ചെയ്താൽ കമ്പനിയുടെ പെർഫോമൻസ് ഹൈ ആവും. ആ ഹൈ ആയ പെർഫോമൻസ് സസ്റ്റെയിൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ലീഡറിന്റെയാണ്. സോ എന്തൊക്കെയാണ് ഒരു നല്ല ലീഡറിന്റെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയാണ്? ഒന്ന് ഡിസിഷൻസ് എടുക്കുക. എന്ത് ഡിസിഷൻസ് മക്കൾ എടുക്കുക? സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുത്താൽ മതിയോ? പോരാ, അത് ഫോർമുലേറ്റ് ചെയ്യണം. എന്ത് സാർ? അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം. പോളിസീസ് ഫോർമുലേറ്റ് ചെയ്ത പോലെ അത് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് പിന്നെ 2 കാര്യം മാനേജ് ചെയ്യണം. ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ, ഒന്ന് ഓർഗനൈസേഷൻ ചേഞ്ച്. പിന്നെ നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യണം. ഇത്രയും കൾച്ചർ ബിൽഡ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് ഹൈ ആവും. ആ ഹൈ ആയിട്ടുള്ള പെർഫോമൻസ് സസ്റ്റെയിൻ ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ ആണോടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. ഒരു 2 തവണ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് റോൾസ്, ലീഡർഷിപ്പ് റോൾ. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അംബാനി, അദാനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോടാ? യെസ്. സോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ടോപ്പിക് പഠി നമ്മൾ ആരെ ഓർത്ത് നോക്കുക? നമ്മൾ അംബാനിനെ ഓർക്കും. ആദ്യത്തെ കാര്യം, കാരണം അംബാനിക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും എല്ലാ കമ്പനിയിലും എന്താണ് നടക്കുന്നതെന്ന് അംബാനി അറിയുന്നില്ലേ? അറിയുന്നുണ്ട് സർ.
സോ സ്റ്റേയിങ് ഓൺ ടോപ്പ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നടക്കുന്നതെന്ന് പുള്ളി അറിഞ്ഞിരിക്കണം. ക്ലോസ്ലി മോണിറ്ററിംഗ് ദ പ്രോഗ്രസ്, സോൾവിങ് ഔട്ട് ദ ഇഷ്യൂസ്, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം, ഇഷ്യൂസ് സോൾവ് ചെയ്യണം. ആൻഡ് ലേണിംഗ് വാട്ട് ഒബ്സ്റ്റക്കിൾ ലൈസ് ഇൻ ദ പാത്ത് ഓഫ് ഗുഡ് എക്സിക്യൂഷൻ, സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിനും എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കണം. സോ നല്ല ലീഡറിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ല, റോൾ എന്താ മക്കളെ? സ്റ്റേയിങ് ഓൺ ടോപ്പ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്റെ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കണം, എന്റെ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് ഞാൻ അറിയിക്കണം, കമ്പനിയിലെ പ്രോഗ്രസ് ഞാൻ നിരീക്ഷിക്കണം, മോണിറ്റർ ചെയ്യണം, അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്യണം, അതുപോലെ തന്നെ എന്റെ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിനും എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെ ഞാൻ പഠിക്കണം. ലേണിംഗ് വാട്ട് ഒബ്സ്റ്റക്കിൾ ലൈസ് ഇൻ ദ പാത്ത് ഓഫ് ഗുഡ് എക്സിക്യൂഷൻ അല്ലെ. യെസ്, നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ വിരാട് കോഹ്ലിനെ കുറിച്ചാണ് ഓർത്തിരിക്കുന്നത് അല്ലെ, ശരിയല്ലേ? വിരാട് കോഹ്ലിനെ ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഞാൻ റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിടാം. സിറാജ് മറ്റേ ബാംഗ്ലാദേശിന്റെ വിക്കറ്റ് എടുക്കുന്നു, വിരാട് കോഹ്ലി അഗ്രസൻ ഇങ്ങനെ ആഘോഷിക്കുന്നു അല്ലെ. സോ പ്രൊമോട്ടിംഗ് എ കൾച്ചർ ഓഫ് സ്പിരിറ്റ് ഡി കോപ്സ്, പ്രൊമോട്ടിംഗ് എ കൾച്ചർ ഓഫ് എസ്പിരിറ്റ് ഡി കോപ്സ്, ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യണം. ടീമിന്റെ അകത്ത് ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യേണ്ടതാണ് ലീഡറാണ്. അങ്ങനെ ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ മൊബിലൈസസ് ആൻഡ് എനർജൈസസ് ദ ടീം മെമ്പേഴ്സ് ടു എക്സിക്യൂട്ട് ദ സ്ട്രാറ്റജി ഇൻ ദ കോമ്പീറ്റന്റ് ഫാഷൻ ആൻഡ് പെർഫോം അറ്റ് ഹൈ ലെവൽ. സോ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത്? ടീമിന്റെ ഒരു ഗ്രൂപ്പിൽ ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യണം. ടീം സ്പിരിറ്റ്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പണിയെടുക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി റോൾ ആരുടെയാണ്? ലീഡറിന്റെയാണ്. സോ ലീഡർഷിപ്പ് റോളിന്റെ സെക്കൻഡ് പോയിന്റ് എന്താണ്? പ്രൊമോട്ടിംഗ് എ കൾച്ചർ ഓഫ് സ്പിരിറ്റ് ഡി കോപ്സ് ദാറ്റ് മൊബിലൈസസ് ആൻഡ് എനർജൈസസ് ദ ഓർഗനൈസേഷൻസ് ടീം മെമ്പേഴ്സ് ടു പെർഫോം അറ്റ് ഹൈ ലെവൽ. സോ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? സ്റ്റേയിങ് ഓൺ ടോപ്പ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. രണ്ട് പോയിന്റ്: ക്ലോസ്ലി മോണിറ്ററിംഗ് ദ പ്രോഗ്രസ്, സോൾവിംഗ് ഓഫ് ദ ഇഷ്യൂസ്, ലേർണിംഗ് വാട്ട് ഒബ്സ്റ്റക്കിൾ ലൈസ് ഇൻ ദ പാത്ത് ഓഫ് ഗുഡ് എക്സിക്യൂഷൻ. സെക്കൻഡ് വൺ, പ്രൊമോട്ടിംഗ് എ കൾച്ചർ ഓഫ് spirit decops. എന്താണ് മക്കളെ? promoting the culture of spirit decops that mobilizes, energizes the organization members to execute the strategy in the most competent fashion. Third one എന്താണ്? കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ടു ചേഞ്ചിങ് കണ്ടീഷൻ. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 10 വർഷം മുന്നേ നമ്മുടെ എല്ലാ ഷോപ്സിലും ഗൂഗിൾ പേ ഉണ്ടായിരുന്നു, ഇല്ല ഇപ്പൊ എല്ലാ ഷോപ്സിലും ഗൂഗിൾ പേ ഇല്ലേ? ഇന്ന് ഗൂഗിൾ പേ ഇല്ലാത്ത ഷോപ്പുകളില്ല. ഗൂഗിൾ പേ ഇല്ലാത്ത ഷോപ്പുകൾ കാണാൻ നമ്മൾ പോകത്തുമില്ല, ശരിയല്ലേ? കാരണം ഇന്ന് നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ എന്റെ പേഴ്സ് എടുത്ത് നോക്കാൻ കാശില്ല, പക്ഷെ ബാങ്കിൽ കാശ് ഉണ്ട്. സോ കാരണം നമ്മളിപ്പോൾ ഗൂഗിൾ പേ ആണ് നമ്മുടെ എല്ലാവരുടെയും, ഗൂഗിൾ പേ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവണം. സോ ഇപ്പോൾ ഒരു ബിസിനസ് പറയണം എനിക്ക് ഗൂഗിൾ പേ ഒന്നും വേണ്ട, ഞാൻ കാശേ വാങ്ങത്തുള്ളൂ എന്ന് പറയുന്നത് സംഭവിക്കുക, അവന്റെ കച്ചവടം കുറയും. സോ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിലെ മാറ്റം വരുത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി റോൾ ആരുടെയാണ്? ലീഡറിനെയാണ്. കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ടു ചേഞ്ചിങ് കണ്ടീഷൻ, അലേർട്ട് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ബബ്ലിംഗ് അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്. സർ ആദ്യത്തെ പോയിന്റ് അംബാനി, രണ്ടാമത്തെ പോയിന്റ് വിരാട് കോഹ്ലി. സർ മൂന്നാമത്തെ പോയിന്റ് ആരാണ് സർ? വീണ്ടും അംബാനിയാണ് സർ, വീണ്ടും അംബാനിയാണ്. സി അലേർട്ട് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. OTT പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, സ്റ്റാർട്ട് ചെയ്തു ജിയോ സിനിമ. ഫാഷൻ ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റി കണ്ടു, കാരണം നയിക്ക നല്ല പ്രോഫിറ്റ് ഉണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്തു ടിറ എന്ന് പറഞ്ഞൊരു കമ്പനി. സോ എവിടൊക്കെ ഓപ്പർച്യൂണിറ്റി അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ അംബാനി പോയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. സോ അലേർട്ട് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റി, ബബ്ലിംഗ് അപ്പ് വിത്ത് ന്യൂ ഐഡിയ, സ്റ്റേയിങ് അഹെഡ് ഓഫ് ദ റൈവൽസ്. എന്തൊക്കെയാ പറഞ്ഞത്? കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ടു ചേഞ്ചിങ് കണ്ടീഷൻ. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഓർഗനൈസേഷൻ മാറിക്കൊണ്ടേയിരിക്കണം. അലേർട്ട് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ബബ്ലിംഗ് വിത്ത് ന്യൂ ഐഡിയാസ് ആൻഡ് സ്റ്റേയിങ് അഹെഡ് ഓഫ് ദ റൈവൽസ്. ആൻഡ് നെക്സ്റ്റ് വൺ, എക്സസൈസിങ് എത്തിക്കൽ ലീഡർഷിപ്പ്. ആരാണ്? നമ്മുടെ രത്തൻ ടാറ്റ. എക്സസൈസിങ് എത്തിക്കൽ ലീഡർഷിപ്പ്. ലീഡർ ഷുഡ് എക്സസൈസ് എത്തിക്കൽ ലീഡർഷിപ്പ്. ലീഡർ എത്തിക്കൽ ലീഡർഷിപ്പ് ഫോളോ ചെയ്താൽ മാത്രമേ എംപ്ലോയീസും അല്ലെങ്കിൽ ഫോളോവേഴ്സും എത്തിക്കൽ ലീഡർഷിപ്പ് ഫോളോ ചെയ്യും. നമ്മുടെ മുതലാളി തെറ്റ് ചെയ്താൽ നമ്മളും തെറ്റ് ചെയ്യും. നമ്മുടെ മുതലാളി നല്ലത് മാത്രമേ ചെയ്യുമെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി നല്ലത് മാത്രം ചെയ്യും. സോ എക്സസൈസിങ് എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് കമ്പനി കണ്ടക്ട്സ് ഇറ്റ്സ് അഫയേഴ്സ് ലൈക്ക് എ മോഡൽ കോർപ്പറേറ്റ് സിറ്റിസൺ. എന്താ ഉദ്ദേശിക്കുന്നത്? എടാ എൻ്റെ ലീഡറും എത്തിക്കൽ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലീഡർ എത്തിക്കൽ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനിയിലുള്ള എല്ലാവരും എത്തിക്കൽ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യിപ്പിക്കണം. ഞാൻ മാത്രം എത്തിക്സ് ഫോളോ ചെയ്ത പോലെ കമ്പനിയിലെ എല്ലാവരും എത്തിക്സ് ഫോളോ ചെയ്യണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി റോൾ ആർക്കാണ്? ലീഡർക്കാണ്. ആൻഡ് ലാസ്റ്റ് ഓൺ പുഷിംഗ് കറക്റ്റീവ് ആക്ഷൻ. സി ഇറ്റ്സ് ഓക്കെ ടു മേക്ക് ദ മിസ്റ്റേക്ക് ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് അഗൈൻ. ഓക്കെ, സോ MS ധോണി അല്ലെ, ഇറ്റ്സ് ഓക്കെ ടു മേക്ക് ദ മിസ്റ്റേക്ക് ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ് അഗൈൻ. മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരില്ല. ഒരു തവണ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു, പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു തവണ മറ്റൊരു സംഭവം ഇല്ല, എന്താണ്? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. സെയിം വേ അത് നമ്മൾ ഒരു തവണ ഇപ്പം MS ധോണി ഏതാണ് 2019 വേൾഡ് കപ്പിൽ MS ധോണി സെമി ഫൈനൽ മാച്ച് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഡൈവ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൺഔട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, ഇനി ഓർക്കുന്നില്ലെങ്കിൽ ഓർക്കാൻ നിൽക്കണ്ട. ഓക്കെ, സോ ആ റൺഔട്ട് MS ധോണി ഡൈവ് ചെയ്തില്ല എന്ന് പറഞ്ഞ് MS ധോണി ഒരുപാട് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള എല്ലാ കളികളും IPL-നകത്തൊക്കെ ഒരു തവണ IPL-നകത്ത് ചെന്നൈ വേഴ്സസ് ആരോ കളിക്കുന്നുണ്ടായിരുന്നു. ആ കളി ചെന്നൈ ജയിച്ചു. അതിനകത്ത് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു, MS ധോണി ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കമന്ററി ഈ ഫൈനൽ കളിയൊക്കെ കഴിഞ്ഞ കമന്ററി ഉണ്ടാവില്ല, ആ സമയത്ത് MS ധോണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, I don't wish to repeat my mistakes again. I took the corrective action. See, it's okay to make mistakes in the
സ്ട്രാറ്റജി. ഇറ്റ്സ് ഓക്കെ ടു നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. സോ പുഷിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ടു ഇംപ്രൂവ് ദ സ്ട്രാറ്റജിക് എക്സിക്യൂഷൻ, ഓവറോൾ സ്ട്രാറ്റജിക് പെർഫോമൻസ്. സോ നമുക്കറിയാം 5 പേര് നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യം ഒരു അംബാനി, വീണ്ടും ഒരു അംബാനി ഉണ്ട്, 2 അംബാനി ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, രത്തൻ ടാറ്റ ഉണ്ട്, MS ധോണി ഉണ്ട്. So first Ambani staying on top of what is happening, closely monitoring the progress, solving the issues, learning out what obstacle lies in the path of good execution. രണ്ടാമത്തെ അംബാനി എന്തായിരുന്നു, keeping the organization alert, keeping the organization responsive to changing condition, alert for new opportunities, bubbling up with new ideas, staying ahead of the rivals. പിന്നെ വരുന്ന വിരാട് കോഹ്ലി, promoting the culture of esprit de corps that mobilizes, energizes the team member to perform at high level. പിന്നെ വരുന്ന രത്തൻ ടാറ്റ, exercise ethical leadership, insists the company to also exercise ethical leadership. MS ധോണി, pushing the corrective action to improve the overall strategic execution and improve the strategic performance. ഓക്കെ ആണോടാ. സോ ഇതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും റോളും. എടാ മക്കളെ മാറിപ്പോയത്, റെസ്പോൺസിബിലിറ്റീസിനകത്ത് 7 പോയിന്റ് ഉണ്ട്, റോളിനകത്ത് 5 പോയിന്റ്. റോളിനകത്ത് 5 പോയിന്റും റെസ്പോൺസിബിലിറ്റീസിനകത്ത് 7 പോയിന്റ് ഉണ്ട്. ഓക്കെ ആണോടാ. യെസ്. ദെൻ കംസ് അപ്രോച്ചസ് ടു ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷനിലും ട്രാൻസാക്ഷനും. മക്കൾ ഇതിൽ നിന്നും ഒരുപാട് കേസ് സ്റ്റഡീസ് വന്നിട്ടുണ്ട്, ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ റെഗുലർ ക്ലാസ്സിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം യൂസ്ഫുൾ ഫോർ യു അല്ലെ. സോ അതുപോലെ തന്നെ approaches to leadership. Next, transformation, transaction. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, ഒന്ന് ട്രാൻസാക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ, സി എവിടെയാണ് നമ്മുടെ പവർ, അതോറിറ്റി ഒക്കെ യൂസ് ചെയ്യുക സർ, ട്രാൻസാക്ഷനിലാണ്. എവിടെയാണ് പെനാൾട്ടി, റിവാർഡ്, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഞാൻ റിവാർഡ് തരും, പറഞ്ഞ പോലെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പെനാൾട്ടി തരും, ഫൈൻ തരും, അതൊക്കെ എവിടെയാണ്, ട്രാൻസാക്ഷനിലാണ്. സോ ട്രാൻസാക്ഷൻ, ദ ലീഡർ വിൽ യൂസ് ഹിസ് അതോറിറ്റി, യൂസ് ഹിസ് പവർ ടു എക്സ്ചേഞ്ച് റിവാർഡ്, പേ, സ്റ്റാറ്റസ്, ആൻഡ് ഇറ്റ്സ് എ മോർ ഫോർമലൈസ്ഡ് അപ്രോച്ച് ആണ്. ഇത് ഫോർമലൈസ്ഡ് ആണ്. സോ ട്രാൻസ്ഫോർമേഷണൽ ഉണ്ട്, ഒന്ന് ട്രാൻസാക്ഷണൽ ഉണ്ട്. ഇവിടെ ഹി യൂസ് അതോറിറ്റി, പവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ട്രാൻസാക്ഷൻ കുറച്ചുകൂടി ഫോർമലൈസ്ഡ് അപ്രോച്ച് ആണ്. ഇവിടെ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്ട്രാറ്റജി ആണ്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് റിവാർഡ് തരും, പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരും. ഓക്കെ ആണോടാ. പിന്നെന്താണ് നോക്കിയാൽ എക്സ്പ്ലിസിറ്റ് റിവാർഡ്സ് ആൻഡ് പെനാൽറ്റീസ് ഫോർ അച്ചീവ്മെന്റ് ആൻഡ് നോൺ അച്ചീവ്മെന്റ്. പിന്നെന്താണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് നമ്മൾ കൂടുതലും എടുക്കുന്നത് എപ്പോഴാണ്, ഒരു വെൽ സെറ്റിൽഡ് ഓർഗനൈസേഷനിലാണ്, വെൽ പെർഫോമിംഗ് ഓർഗനൈസേഷനിലാണ്. ഓർഗനൈസേഷൻ ഹാസ് ഓൾറെഡി റീച്ച്ഡ് ദ മെച്ചോറിറ്റി സ്റ്റേജിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എടുക്കുക. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലീഡർ wants to get the transactions done. എനിക്ക് കുറെ ട്രാൻസാക്ഷൻ ചെയ്യണം, ആ ട്രാൻസാക്ഷൻ ചെയ്തേ പറ്റൂ. അതിന് ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തരും, റിവാർഡ് തരും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരും. ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്, നിങ്ങൾ ഓർഗനൈസേഷൻ ഓൾറെഡി മെച്ചോറിറ്റി സ്റ്റേജിലാണുള്ളത്, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് പെർട്ടിക്കുലർ ലീഡർഷിപ്പ്. അതേസമയം ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എപ്പോഴും എടുക്കേണ്ടത് ഇൻ പുവർലി പെർഫോമിംഗ് ഓർഗനൈസേഷൻ. In the starting stage, introduction stage, അല്ലെങ്കിൽ ending stage. ഓക്കെ, ഇവിടെ എന്താ പറയുക, മെച്ചോറിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഓർ എൻഡിങ് സ്റ്റേജിലാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് അല്ല ചെയ്ത്, ഇവിടെ നമ്മൾ കുറച്ചും കൂടി എംപ്ലോയീസ്, വി വിൽ യൂസ് അവർ എൻതൂസിയാസം, വി വിൽ യൂസ് അവർ കാരിസ്മ. നോക്കട്ടെ, ഹിയർ ദ ലീഡർ വിൽ യൂസ് ഹിസ് കാരിസ്മ ആൻഡ് എൻതൂസിയാസം ടു ഇൻസ്പയർ ദം. ദ ലീഡർ വിൽ സെറ്റ് ഹിംസെൽഫ് ആസ് ആൻ എക്സാമ്പിൾ. ലീഡറിനെ കണ്ടിട്ട് എംപ്ലോയീസ് നന്നായിട്ട് പണിയെടുക്കും. ലീഡർ വിൽ സെറ്റ് ഹിംസെൽഫ് ആസ് ആൻ എക്സാമ്പിൾ. ഹിയർ ദ ലീഡർ വിൽ യൂസ് ഹിസ് കാരിസ്മ ആൻഡ് എൻതൂസിയാസം ടു ഇൻസ്പയർ ദം ഫോർ ദ ഗുഡ്. ഹിയർ ദേ ഓഫർ എക്സൈറ്റ്മെന്റ്, വിഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ആസ് എ ഫാക്കൽറ്റി ഞാൻ നിങ്ങളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, നിങ്ങൾ CA ഇന്റർ പാസ് ആയിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിത്തരാം, എന്താണ് സ്കൂട്ടർ വാങ്ങിത്തരാം, ഐഫോൺ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല. റിവാർഡ് കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല. എന്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, മക്കളെ CA ഇന്റർ ഇസ് വെരി ഡിഫിക്കൽട്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ CA നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, അൾട്ടിമേറ്റ് എയിം എന്താണ്, CA പാസ്സാവും. നിങ്ങളുടെ പേരിന് മുന്നിൽ CA എന്ന 2 ലെറ്റർ കാണുക, റിസൾട്ട് നോക്കുന്ന സമയത്ത് സക്സസ്ഫുൾ എന്ന വാക്ക് കാണുക. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. ഐ വിൽ ഓഫർ യു എക്സൈറ്റ്മെന്റ്, വിഷൻ, ഒരു വിഷൻ കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ. എടാ ഇത് സ്റ്റഡി മെറ്റീരിയലിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഐ വുഡ് റെക്കമെൻഡ് യു ടു റീഡ് ദ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, ചാർട്ട് ബുക്കിനകത്ത് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. പക്ഷേ ചാർട്ട് ബുക്കിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒന്ന് ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒന്ന് കുറച്ചൊന്ന് വായിച്ചു നോക്കുക. ഐ വിൽ ഷോ യു ദ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. ഇവിടെ എന്താ പറഞ്ഞത് നോക്കേ, ഹിയർ ഹി വിൽ യൂസ് കാരിസ്മ ആൻഡ് എൻതൂസിയാസം.
ഇത് എപ്പോഴാണ് സൂട്ടബിൾ ഇൻ ദ ടെർബുലന്റ് എൻവയൺമെന്റ്, മറ്റേത് ട്രാൻസാക്ഷൻ ഇസ് മോർ സൂട്ടബിൾ ഇൻ സ്റ്റാറ്റിക് എൻവയൺമെന്റ് ആണ്. ഇത് കുറച്ചുകൂടി ഫോർമലൈസ്ഡ് അപ്രോച്ച് ആണ്, സ്റ്റാറ്റിക് എൻവയൺമെന്റ്. സോ ഡിഫറൻസ് നമ്പർ 1 ഒന്ന് സ്റ്റാറ്റിക് എൻവയൺമെന്റ്, ടെർബുലന്റ് എൻവയൺമെന്റ്. ഡിഫറൻസ് നമ്പർ 2 ഒന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും എൻഡിങ് സ്റ്റേജിലാണ്, മറ്റേത് മെച്ചോറിറ്റി സ്റ്റേജിലാണ്, മെച്ചോർ ഇൻഡസ്ട്രി. ഡിഫറൻസ് നമ്പർ 3 ഒന്ന് വെൽ പെർഫോമിംഗ് ഇൻഡസ്ട്രിയിലാണ്, മറ്റേത് പുവർലി പെർഫോമിംഗ് ഓർഗനൈസേഷനാണ്, പുവർലി പെർഫോമിംഗ് ഓർഗനൈസേഷനാണ്. ഇവിടെ എന്ത് കാണിച്ചിട്ടാണ് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുക്കുക? റിവാർഡും പെനാൽറ്റിയും അല്ലെ. വി വിൽ സെറ്റ് ക്ലിയർ ഗോൾസ്, അവർക്ക് ഡെയിലി ടാർഗറ്റ്സ് കൊടുക്കും. ആ ടാർഗറ്റ്സ് അവർ അച്ചീവ് ചെയ്ത് നമ്മൾ അവർക്ക് റിവാർഡ് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് പെനാൽറ്റീസ് കൊടുക്കും. ഇവിടെ എന്താ ഇവിടെ നമ്മൾ എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക? ബൈ ഷോയിങ് ദ എക്സൈറ്റ്മെന്റ്, വിഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? Are you guys able to understand? Yes. Okay, yes. So this is all about our second topic, എന്താണ്? ലീഡർഷിപ്പ്. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ സെക്കൻഡ് ടോപ്പിക്, ലീഡർഷിപ്പ്. സോ നമ്മളുടെ ടോട്ടൽ 12 ടോപ്പിക്സ് ഉണ്ട്. 12 ടോപ്പിക്സ് നമ്മളിപ്പോൾ 2 ടോപ്പിക് കഴിഞ്ഞു. നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകുവാണ്, എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഏതാ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ഏതാ മക്കളെ? എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് 2 മെട്രിക്സുകളാണ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് മെട്രിക്സും അതേപോലെ തന്നെ SFSS SI മെട്രിക്സ്. പക്ഷേ 2 മെട്രിക്സ് നമ്മുടെ ചാർട്ട് ബുക്കിനകത്തില്ല. സോ നമ്മൾ എവിടെ നിന്ന് പഠിക്കണം? സ്റ്റഡി മെറ്റീരിയൽ പഠിക്കണം. സോ സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരിക. ചെറിയ ടോപ്പിക്കാണ്, ടക്ക് തീർത്തരാം. ഇത് എവിടെ ഉണ്ട്? ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, SFSS SI മെട്രിക്സ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക്, SFSS SI മെട്രിക്സ്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ആരാണ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? സർ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് സർ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കണം? എഫക്റ്റീവ് ആയിരിക്കണം. അവർ എഫക്റ്റീവ് ആണെങ്കിൽ അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി സൗണ്ട് സ്ട്രാറ്റജി ആയിരിക്കും. അവർ ഇൻഎഫക്റ്റീവ് ആണെങ്കിൽ അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഫ്ലോഡ് സ്ട്രാറ്റജി ആവും. അൺസൗണ്ട് എന്ന് പറയുന്നത് ഫ്ലോഡ് സ്ട്രാറ്റജി. ആരാണ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സർ ലോവർ ലെവലും മിഡിൽ ലെവലും ആണ് സർ. അവരെങ്ങനെയായിരിക്കണം? അവർ എഫിഷ്യന്റ് ആയിരിക്കണം. അവർ എഫിഷ്യന്റ് ആണെങ്കിൽ എക്സലന്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാം. അവർ എഫിഷ്യന്റ് അല്ലെങ്കിലോ, അവർ ഇൻഎഫിഷ്യന്റ് ആണെങ്കിലോ, ഇറ്റ് റിസൾട്ട്സ് ടു വീക്ക് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. സോ ഇവിടെ എന്താ പറഞ്ഞത്? ABCD. എയിൽ എന്താ സംഭവിച്ചത്? എയിൽ സൗണ്ട് സ്ട്രാറ്റജിയാണ്, പക്ഷെ വീക്ക് ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ നല്ലൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത്? മേ ബി ലാക്ക് ഓഫ് റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, നിങ്ങൾ കൃത്യമായിട്ട് 50 days പ്ലാൻ ഉണ്ടാക്കി, പക്ഷെ നിങ്ങളത് സക്സസ്ഫുൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങളത് 40 days ആക്കിയിട്ടില്ലേ? എന്തുകൊണ്ടാണ്? മേ ബി ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മിസ്സിംഗ് ലീഡർഷിപ്പ്. നിങ്ങൾക്ക് നല്ലൊരു ലീഡർ ഇല്ല, നിങ്ങൾ മോട്ടിവേറ്റ്, അതുകൊണ്ടായിരിക്കും നിങ്ങളത് കൃത്യമായിട്ട് കംപ്ലൈ ചെയ്യാത്തത്. സോ പോയിന്റ് നമ്പർ എ എന്താണ്? എ ഇസ് എ വേരിയന്റ് വേർ ദ ടോപ്പ് ലെവൽ ഹാസ് ഫോർമുലേറ്റഡ് സൗണ്ട് സ്ട്രാറ്റജി, വെറാസ് ലോവർ ലെവൽ ഹാസ് ഇംപ്ലിമെന്റഡ് ഇറ്റ് ഓൺ എ വീക്ക് സിറ്റുവേഷൻ. ഏറ്റവും ബെസ്റ്റ് ചെയ്തത് ബി ആണ്. ബി ഫോർ ബെസ്റ്റ്. എന്താണ് ബി ഫോർ best? Okay, where the top level management has formulated sound strategy and lower level has implemented it excellently. It's the ideal situation. അതേസമയം ഏറ്റവും കൂതറ ഏതാ? ഏറ്റവും വേഴ്സ്റ്റ് കൂതറ ഏതാണ്? C for കൂതറ. Okay, where the top level management has failed to formulate a sound strategy and its implementation is also very weak. And D-നകത്ത് എന്താ സംബന്ധിച്ചത്? ടോപ്പ് ലെവൽ ഫ്ലോഡ് ആണ്, പക്ഷേ ലോവർ ലെവൽ ഇത് എക്സലന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്ത്. സേ ഫോർ എക്സാമ്പിൾ, ഡീനെ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ CA ഇന്റർ ബോത്ത് ഗ്രൂപ്പ് എഴുതാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം, പെർ ഡേ ഞാൻ 2 hours വെച്ച് പഠിക്കും, ഇതാണ് നിങ്ങളുടെ പ്ലാൻ. ഓക്കെ ആണോ? അത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് എക്സലന്റ്ലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഈ പ്ലാൻ വെച്ച് നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ? 2 മണിക്കൂർ ഡെയിലി പഠിച്ചാൽ CA ഇന്റർ ബോത്ത് ഗ്രൂപ്പ് പാസ്സാകാൻ പറ്റുമോ? എന്നെ പോലത്തെ സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ് പറ്റത്തില്ല. സോ യുവർ സ്ട്രാറ്റജി ഈസ് എ ഫ്ലോഡ് സ്ട്രാറ്റജി. പക്ഷേ അത് നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ പഠിക്കുന്നുണ്ടോ? യെസ് സർ. എക്സലന്റ്ലി നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കംസ് അണ്ടർ D കാറ്റഗറി. ഓക്കെ ആണോടാ? യെസ്. ഇതേപോലത്തെ വേറൊരു മെട്രിക്സ് ഉണ്ട്, എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി മെട്രിക്സ്. ഇതുപോലത്തെ വേറൊരു മെട്രിക്സ് ഉണ്ട്, എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി മെട്രിക്സ്. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിനും 4 മാർക്സിനും 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിടണം. ത്രൈവ്, ഡൈ സ്ലോലി, സർവൈവ്, ഡൈ ക്വിക്ലി. എന്താ ത്രൈവ് എന്ന് പറഞ്ഞാൽ? ഒന്ന് എഫക്റ്റീവ് ആണ്, എഫിഷ്യൻസി ആണ്. ആരാ എഫക്റ്റീവ് ആവുക? ടോപ്പ് ലെവൽ. ആരാ എഫിഷ്യൻസി ആവേണ്ടത്? ലോവർ ആൻഡ് മിഡിൽ ലെവൽ അല്ലേ? യെസ്. സോ ടോപ്പ് ലെവൽ എഫക്റ്റീവ് ആണ്, ലോവർ ലെവൽ എഫിഷ്യന്റ് ആണെങ്കിൽ ദ കമ്പനി വിൽ ത്രൈവ്. ത്രൈവ് എന്ന് പറഞ്ഞാൽ മുന്നേറുക, കമ്പനി മുന്നേറും. ഓക്കെ, അതേസമയം ടോപ്പ് ലെവൽ ഇൻഎഫക്റ്റീവ് ആണ്, ലോവർ ലെവൽ എഫിഷ്യന്റ് ആണെങ്കിൽ കമ്പനി വിൽ ഡൈ സ്ലോലി. ടോപ്പ് ലെവൽ ഇൻഎഫക്റ്റീവ് ആണ്, ടോപ്പ് ലെവൽ കൊള്ളൂല. ലോവർ ലെവൽ, മിഡിൽ ലെവൽ അടിപൊളിയാണ്, പക്ഷെ ടോപ്പ് ലെവൽ ആണല്ലോ സ്ട്രാറ്റജി ഫോർമേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഫ്രോഡ് ആണെങ്കിൽ കമ്പനി എന്തായാലും മരിക്കും, ഡൈ സ്ലോലി. രണ്ടാളും പ്രശ്നമാണെങ്കിലോ, ഇൻഎഫക്റ്റീവ്, ഇൻഎഫിഷ്യന്റ്, എന്താ ഡൈ ക്വിക്ലി. അതേ സമയത്ത് ടോപ്പ് ലെവൽ ഇസ് എഫക്റ്റീവ്, ഇവർ ഇൻഎഫിഷ്യന്റ് ആണ്, കമ്പനി വിൽ സർവൈവ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ്, മിഡിൽ ഓർ ലോവർ. ടോപ്പ് എഫക്റ്റീവ് ആണ്, ഇവർ ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ കമ്പനി വിൽ സർവൈവ് എന്നാണ് പറഞ്ഞത്.
അതേ സമയത്ത് ഇവർ ഇൻഎഫക്റ്റീവ് ആണ്, ഇവർ എഫിഷ്യന്റ് ആണെങ്കിലോ ഡൈ സ്ലോലി എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഡൈ സ്ലോലി എന്നാ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? എടാ ടോപ്പ് ലെവൽ എഫക്റ്റീവ് ആണ്, ലോവർ ലെവലാണ് പ്രശ്നമെങ്കിൽ ടോപ്പ് ലെവൽ ഹാസ് ദ പവർ ടു റിമൂവ് ദിസ് ലോവർ ലെവൽ സോ ദ കമ്പനി വിൽ സർവൈവ്. അതേസമയം മാനേജ്മെന്റ് ആണ് പ്രശ്നമെങ്കിലോ does the lower level people have the power to remove the management? No. So the company will die slowly. So this is all about, ഇതൊന്നും നന്നായിട്ട് വായിക്കുക, ഒന്നുമില്ല, വെരി സിമ്പിൾ ടോപ്പിക് ആണ്. സോ effectiveness means to do the right thing and efficient means to do the things in right manner. Effectiveness means ശരിയായ കാര്യം ചെയ്യുക, ശരിയായ രീതിയിൽ ചെയ്യുന്നതാണ് efficiency. Effectiveness means to do the right thing, efficiency means to do the things in the right manner. ഒന്ന് to do the right things, മറ്റേത് efficiency is to do the things in the right manner. Am I clear to you? Am I clear to you? Yes sir, yes sir, yes sir, yes sir. So we are done with the third topic. എന്താണ്? efficiency versus effectiveness matrix. efficiency versus effectiveness matrix, അതാണ് നമ്മുടെ തേർഡ് ടോപ്പിക്. അത് നമ്മൾ കഴിഞ്ഞു, സക്സസ്ഫുള്ളി നമ്മൾ അതും കഴിഞ്ഞു. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? യെസ്. നമ്മൾ അടുത്തൊരു കുഞ്ഞു ടോപ്പിക് പഠിക്കാൻ വേണ്ടി പോവാണ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഓപ്പറേഷണൽ പ്ലാനിങ്? ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ്. എടാ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് മീൻസ് ലോങ് ടേം, അല്ലെ? ലോങ് ടേം പ്ലാനിങ് ആണ്, സീനിയർ മാനേജ്മെന്റ് ആണ് ചെയ്യുക. സോ ഓപ്പറേഷണൽ പ്ലാനിങ് മീൻസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പ്ലാൻ വിൽ ബി മോസ്റ്റ്ലി ഡൺ ബൈ ലോവർ ലെവൽ ഓർ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ ആണോടാ? ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്. അത് ആരാ ചെയ്യുക? സീനിയർ മാനേജ്മെന്റ് ആണ് ചെയ്യുക. ആരാ ചെയ്യുക? സീനിയർ മാനേജ്മെന്റ്. ഇറ്റ് ഇസ് എ സീനിയർ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. കണ്ടോ? യെസ്. അതേസമയം ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നതാണ് എങ്ങനെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യണം, നമ്മുടെ റിസോഴ്സസ് ഒക്കെ എങ്ങനെ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം. ഇറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫങ്ഷണൽ മാനേജേഴ്സ്. രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണോടാ? ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഒന്ന് ഓപ്പറേഷണൽ പ്ലാനിങ്. ഒരു പക്ഷേ ഇത് നമ്മുടെ ഒരു മിസ്ഡ് ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്, ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ മിസ് ചെയ്യും. ഈ ഒരു ടോപ്പിക് മിസ്ഡ് ടോപ്പിക്കാണ്. ഞാൻ മിസ്ഡ് ടോപ്പിക്കിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോളാം, പേടിക്കണ്ട. അതായത് ഈ മിസ്ഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, വിട്ടുകളയാം, അങ്ങനെ വിട്ടുകളയുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ വിട്ടുകളയുന്ന ടോപ്പിക്സ് ഒരു 5-10 മാർക്ക് ചോദ്യം വരും. ഞാൻ എല്ലാ ടൈമും ക്ലാസ്സിൽ ഇതുപോലത്തെ വിട്ടുകളയാൻ ചാൻസ് ടോപ്പിക്കിന്റെ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ട് May 24 10 മാർക്ക് ചോദ്യം വന്നിട്ടുണ്ട്. സോ ഞാൻ അതേപോലത്തെ ലിസ്റ്റിന്റെ വീഡിയോസ് ഇത്തവണ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ആ യൂട്യൂബിലുള്ള അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഒരു 5 മുതൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും, എന്ന് ഞാൻ പറഞ്ഞ ഒരു റീസണബിൾ അഷ്യൂറൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഇതും അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ്, മിസ്ഡ് ടോപ്പിക്കാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഓക്കെ, നിങ്ങൾ തന്നെ ഇപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ നമ്പർ 5 പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻ? സ്ട്രാറ്റജിക്, ഓപ്പറേഷൻ. ഒന്ന് ലോങ് ടേം പ്ലാനിങ് ആണ്, ഒന്ന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്ലാനിങ് ആണ്. ഒന്ന് സീനിയർ ലെവൽ മാനേജ്മെന്റ് എടുക്കുക, ഒന്ന് ഫങ്ഷണൽ മാനേജ്മെന്റ് എടുക്കുക. ഒന്ന് എൻറ്റയർ ഓർഗനൈസേഷൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ചിന്തിക്കുക. ടേക്ക് ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ, ടേക്ക് ദ ഹോളിസ്റ്റിക് വ്യൂസ് ഓഫ് ദ ഓർഗനൈസേഷൻ. മറ്റേത് ജസ്റ്റ് കറന്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, ഇപ്പൊ എന്ത് ചെയ്യണം. ഓക്കെ, മറ്റേത് ഹോളിസ്റ്റിക് വ്യൂ ആണ്, എൻറ്റയർ ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. ഓക്കെ, മറ്റേ സ്ഥലത്ത് വി വിൽ ഡെവലപ്പ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജി, ഇവിടെ വി വിൽ ഡെവലപ്പ് ടാക്ടിക്സ് റാദർ ദാൻ സ്ട്രാറ്റജി. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ടാക്ടിക്സ് മീൻസ് പ്ലാൻ, സ്ട്രാറ്റജി മീൻസ് ലോങ് ടേം ആണ്. ടാക്ടിക്സ്, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സെയിൽസ് മാനേജർ തന്റെ ഒരു സെയിൽസിന് ഒരു വ്യക്തി വരികയാണ്. ഒരു നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർ വരത്തില്ല, ഈ MBA പഠിക്കുന്നൊക്കെ പിള്ളേർ വന്നു ചില സമയത്ത്, ചേട്ടാ ഇതൊന്ന് വാങ്ങി ചേട്ടാ, ഇതൊന്ന് വാങ്ങി ചേട്ടാ. അവർ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടാണ് സെയിൽസ് നടത്തുക. ഓക്കെ ആണോ? സേ ഫോർ എക്സാമ്പിൾ വൺസ് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഇതെന്റെ മറ്റേ പ്രൊജക്റ്റ് ആണ്, വീട്ടിൽ പോയാൽ കാശില്ല ചേട്ടാ, ഫുള്ള് സങ്കടം ദാരിദ്ര്യം പറഞ്ഞിട്ട് അവൻ അതെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഇത് അവരുടെ ടാക്ടിക്സ് ആണ്. സങ്കടം പറഞ്ഞ മലയാളികൾ അയ്യോ പാവം എന്ന് തോന്നും, അത് അവരുടെ ടാക്ടിക്സ് ആണ്. ഇതേപോലെ തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയ സമയത്ത് ഒരുപാട് പേര് ഇതേപോലെ വന്നിട്ട് എൻ്റെ പേഴ്സ് കണ്ട്, എൻ്റെ മറ്റേത് കണ്ട്, എനിക്ക് വിശക്കുന്ന, ഒരു 10 രൂപ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതിയ രീതിയിൽ തരണം തുടങ്ങിയിട്ടുണ്ട്. സോ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസുകളുണ്ടാകും. ചില സമയത്ത് അവരുടെ ടാക്ടിക്സ് ആണ്, പൈസ അടിച്ച് ടാക്ടിക്സ് ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ടാക്ടിക്സ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോങ് ടേം ആണ്. സോ സ്ട്രാറ്റജിക് പ്ലാനിൽ വി ഡെവലപ്പ് സ്ട്രാറ്റജീസ് ആണെങ്കിൽ ഇവിടെ വി ഡെവലപ്പ് ടാക്ടിക്സ് ആണ്. ഓക്കെ ആണോടാ? And next, strategic shapes the organization and resources. Shapes the organization. Strategic plan long term ആണ്. We will shape the organization. ഓർഗനൈസേഷൻ എന്തായിരിക്കണം അതിനുള്ള അത് ചിന്തിക്കുന്നതിനാണ് വിളിക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ. ഓപ്പറേഷണൽ പ്ലാനിങ് ഡീൽസ് വിത്ത് കറന്റ് ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സ്. നമ്മൾ ഓൾറെഡി ഉള്ള റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് റിസോഴ്സ് എടുക്കണം, എന്റെ കമ്പനി എന്തൊക്കെ റിസോഴ്സ് ആണ് വേണ്ടത്, അതെങ്ങനെ ഞാൻ അലോക്കേറ്റ് ചെയ്യണം, അതൊക്കെ എന്താണ് സ്ട്രാറ്റജിക് പ്ലാൻ. കിട്ടിയ റിസോഴ്സസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അത് ഓപ്പറേഷണൽ പ്ലാൻ. എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ വാങ്ങണം, സ്ട്രാറ്റജിക് പ്ലാൻ. കിട്ടിയ റിസോഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, ഓപ്പറേഷണൽ പ്ലാൻ. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്.
is concerned with the long-term success of the organization. മറ്റേത് makes modification to the business function but not fundamental change. ഇവിടെ കാര്യമായ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഓപ്പറേഷനിൽ കുഞ്ഞു ചേഞ്ചസ് ഇവിടെ വേണമെങ്കിൽ ചിലപ്പോൾ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഒക്കെ ഓർഗനൈസേഷനിൽ വരാം. ഓക്കെ ആണോ? ഫൈൻ ആണോ? Once again, what is the difference between strategic plan and operational plan? Strategic plan, senior management. Operational plan, functional management. Strategic plan, long-term success of the organization. Operational plan എന്താണ്? Day-to-day operations of the organization. Strategic plan takes a holistic view of the organization. Operational plan projects the current operation way. Matters of the develop the strategies. It would develop tactics rather than strategies. Are you guys able to understand? Matters shapes the organization. It would deals with deployment of the resources. Okay, Anna? Fine, Anna? Yes. So this is all about the difference between strategic plan and operational plan. So we are done with the fourth topic. So നമുക്ക് മൊത്തം 12 topic ആണ്. 4 topics നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ complete ചെയ്തു. Next we are going to learn McKinsey 7S model. Most important topic. McKinsey 7S model. ഇതിൽ നിന്ന് May 24-ൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ May 24-ന്റെ ക്വസ്റ്റ്യൻ SM-ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ McKinsey 7S മോഡൽ ആണ്. സർ അപ്പൊ ഇത്തവണ വരില്ലല്ലേ? കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടല്ലേ? എടാ, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ്. ICAI ആണ്, ചിലപ്പോൾ MCQ ചോദിക്കാം. സോ വി ഷുഡ് ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് McKinsey 7S മോഡൽ. എവിടെയാണ് McKinsey 7S മോഡൽ ഉള്ളത്? ദേ കിടക്കുന്നു McKinsey 7S മോഡൽ. സർ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ് McKinsey എന്ന് പറഞ്ഞൊരു കൺസൾട്ടിംഗ് ഫേം ആണ്. ആരാണ്? McKinsey എന്ന് പറഞ്ഞ കൺസൾട്ടിംഗ് ഫേം ആണ്. സർ എന്തുകൊണ്ടാണ് സർ ഈ മോഡലിനെ 7S എന്ന് വിളിക്കുന്നത്? കാരണം ഈ McKinseyനകത്ത് പറഞ്ഞ 7 എലമെന്റ്സ് ഉണ്ട്. ഈ 7 എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തതും S വെച്ചിട്ട്. ഏതൊക്കെയാണ് 7 എലമെന്റ്സ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ. ഇതിനകത്ത് 7 എലമെന്റ്സ് പറഞ്ഞു. ഈ 7 എലമെന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് S വെച്ചാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? 7S മോഡൽ എന്ന് വിളിക്കുന്നത്. Once again എന്താണ് McKinsey 7S മോഡൽ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. ജസ്റ്റ് പറഞ്ഞു ഈ മോഡൽ ആരാണ് ഉണ്ടാക്കിയത്? McKinsey എന്ന് പറയുന്ന കൺസൾട്ടൻസി ഫേം ആണ്. ഈ മോഡൽ എന്തുകൊണ്ട് 7S എന്ന് വിളിക്കുന്നത്? കാരണം ഇതിലെ 7 എലമെന്റ്സും S വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 7 എലമെന്റ്സ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽസ്. ഈ 7 എലമെന്റ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഹാർഡ് എലമെന്റ്സ്, ഒന്ന് സോഫ്റ്റ് എലമെന്റ്സ്. സോ ബിഫോർ ദാറ്റ് എന്താണ് സർ ഈ McKinsey 7S മോഡൽ? അല്ലെങ്കിൽ എന്തിനാണ് സർ നമ്മൾ ഈ McKinsey 7S മോഡൽ പഠിക്കുന്നത്? ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം എന്നാണ് McKinsey 7S മോഡൽ പറഞ്ഞത്. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം? സേ ഫോർ എക്സാമ്പിൾ, എന്റെ ഓർഗനൈസേഷൻ വെരി ഡൗൺ, ഇൻഎഫക്റ്റീവ് ആണ്. എങ്ങനെ എന്റെ ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം എന്ന് പറഞ്ഞ മോഡലാണ് McKinsey 7S മോഡൽ. McKinsey 7S മോഡൽ 7 എലമെന്റ്സ് പറഞ്ഞത്. ഈ 7 എലമെന്റ്സ് നമുക്ക് കൃത്യമായിട്ടും അലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ ടൂൾ ടു അനലൈസ് യുവർ ഓർഗനൈസേഷണൽ ഡിസൈൻ. നിന്റെ ഓൾറെഡി ഉള്ള ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് നിന്റെ ഓർഗനൈസേഷനിൽ എങ്ങനെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം എന്നാണ് McKinsey 7S മോഡൽ പറയുന്നത്. സോ ഇഫ് യു വാണ്ട് ടു അനലൈസ്, സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ കമ്പനി, യു ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ മോഡൽ ടു അനലൈസ് ദറ്റ് കമ്പനി. ആ കമ്പനി നന്നാണോ, ആ കമ്പനി ഫ്യൂച്ചറിൽ സക്സസ് ആവുമോ എന്നൊക്കെ എനിക്ക് അറിയണം. സോ എങ്ങനെ അറിയാൻ പറ്റും? യൂസിങ് ദിസ് മോഡൽ, McKinsey 7S മോഡൽ. സോ once again try to understand what is McKinsey 7S മോഡൽ. എടാ, McKinsey 7S മോഡൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് എങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ മോഡലാണ് McKinsey 7S മോഡൽ. It depicts how the effectiveness can be achieved in the organization through interaction of hard and soft elements. Sir. Once again, please listen here. It is an important topic, and if you are not listening here, you are going to lose. So if you don't want to lose, ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് McKinsey 7S മോഡൽ? ആദ്യം ആരാണ് ഈ മോഡൽ ഉണ്ടാക്കിയത്? McKinsey എന്ന് പറയുന്ന ഫേമാണ്. എന്തുകൊണ്ട് ഈ മോഡലിനെ 7S എന്ന് വിളിക്കുന്നത്? കാരണം ഇതിൽ പറഞ്ഞ 7 എലമെന്റ്സും S വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മോഡലിന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നാണ് ഈ മോഡൽ പറയുന്നത്. ഹൗ എഫക്റ്റീവ്നെസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ ഈ മോഡൽ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കമ്പനി അനലൈസ് ചെയ്യണം. ആ കമ്പനി സൂപ്പർ ആണോ, ആ കമ്പനി പൈസ ഇട്ടാൽ എനിക്ക് ഫ്യൂച്ചറിൽ റിട്ടേൺസ് കിട്ടും, അത് ഇട്ട പൈസ മൊത്തം വെള്ളത്തിലാവോ എനിക്കറിയണം. സോ ഐ ക്യാൻ യൂസ് ദിസ് മോഡൽ. സോ ഇറ്റ്സ് എ ടൂൾ ടു അനലൈസ് ദ ഓർഗനൈസേഷണൽ ഡിസൈൻ. And it's a tool by which we can it's a tool which depicts on the shows. It shows how effectiveness can be achieved in the organization. എടാ, ഇതിലെ 7 എലമെന്റ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് എലമെന്റ്സ്, ഒന്ന് സോഫ്റ്റ് എലമെന്റ്സ്. ഹാർഡ് എലമെന്റ്സ് മീൻസ് എന്താണ്? അത് ഈസിലി ഐഡന്റിഫയബിൾ ആണ്. ഹാർഡ് എലമെന്റ്സ് ആർ ഈസിലി ഐഡന്റിഫയബിൾ. കാരണം ഇത് ഉണ്ടാക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഈ ഹാർഡ് എലമെന്റ്സ്, സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, ഇതൊക്കെ ആരാ ഡിസൈഡ് ചെയ്യുക? മാനേജ്മെന്റ്. എടാ, എന്താ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാൻ ആണെന്ത്? സ്ട്രാറ്റജി. ആരാണ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക? മാനേജ്മെന്റ്. സോ ഹാർഡ് എലമെന്റ്സ് ആർ ഈസിലി
easily identifiable because they are controlled by the management. They are easily identifiable. എടാ നോട്ട് ചെയ്ത് വെക്കാതെ അവിടെ ഇല്ല, എഴുത്. Hard elements are easily identifiable. They are controlled by the management. ചെക്ക് ചെയ്. സ്ട്രാറ്റജി എന്താ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്ലാൻ, അല്ലെ നിങ്ങളുടെ ഒരു പ്ലാൻ ടു അച്ചീവ് യുവർ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാൻ, അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റന്റിനേക്കാൾ നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന പ്ലാൻ ആണത് സ്ട്രാറ്റജി. ഞാൻ ഉണ്ടാക്കുന്ന പ്ലാൻ ആരാണ്? ഞാൻ മാനേജ്മെന്റ്. സോ സ്ട്രാറ്റജി സംതിങ് വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ മാനേജ്മെന്റ്. സോ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്ട്രക്ചർ. നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ചത് തൊട്ട് താഴെയുണ്ട് സ്ട്രക്ചേഴ്സ്, അല്ലെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാം. അപ്പൊ സ്ട്രക്ചർ ആരെ തീരുമാനിക്കുക? അതും മാനേജ്മെന്റ്. പിന്നെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പ്രൊസീജിയർ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ചില സമയത്ത് പറയും, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എനിക്ക് തോന്നും അവിടുത്തെ സിസ്റ്റം അത്ര പോരാ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വർക്ക് പ്രൊസീജിയേഴ്സ് പോരാ. ദ വേ ദേ ആർ ഡൂയിങ് ദർ ടാസ്ക്, അവർ ആ വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതി അത് പോരാ. സോ സിസ്റ്റം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരണമെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാവണം, സ്ട്രാറ്റജിക്ക് അനുസരിച്ച് സ്ട്രക്ചർ ഉണ്ടാവണം. ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ മക്കളെ? ദ വർക്ക് സ്ട്രക്ചർ, ദ വർക്കിംഗ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ്, അല്ലെ ഓപ്പറേഷണൽ പ്രൊസീജിയർ. ഇതൊക്കെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കണം. ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ സ്ട്രാറ്റജി പറഞ്ഞു, സ്ട്രക്ചർ പറഞ്ഞു, സിസ്റ്റം പറഞ്ഞു. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ഹാർഡ് എലമെന്റ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹാർഡ് എലമെന്റ്സ്. ഇതിനെ ഹാർഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് ബിക്കോസ് ദേ ആർ ഈസിലി ഐഡന്റിഫയബിൾ ആൻഡ് ദേ ആർ കൺട്രോൾഡ് ബൈ ദ മാനേജ്മെന്റ്. ഒബ്വിയസ്ലി സ്ട്രാറ്റജി മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുക, സ്ട്രക്ചർ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുക. ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് സ്ട്രക്ചർ, ഓപ്പറേഷണൽ പ്രോസസ്, സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യുക? ആരെ ബിൽഡ് ചെയ്യുക? മാനേജ്മെന്റ് ആണ് ബിൽഡ് ചെയ്യുക. അടുത്തൊരു 3 ടോപ്പിക് ഉണ്ട്. സോഫ്റ്റ് എലമെന്റ്. ദേ ആർ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ. ദേ ആർ മോർ ഇൻടാഞ്ചിബിൾ ആണ്. അവർ ഇൻടാഞ്ചിബിൾ ആണ്. സോ സേ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഷെയർഡ് വാല്യൂസ്, നിങ്ങളുടെ മനസ്സിലുള്ള വാല്യൂസ്. നമ്മൾ ചാപ്റ്റർ നമ്പർ 1 വാല്യൂസ് പഠിച്ചത് ഡീപ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺസ് എ പേഴ്സൺസ് ആക്ഷൻ, അല്ലെ എന്റെ ആക്ഷൻ ഡിറ്റർമൈൻ എന്റെ വാല്യൂസ്. ഇന്റഗ്രിറ്റി, സത്യസന്ധത, ട്രസ്റ്റ്, ഓണസ്റ്റി, ഇതൊക്കെ വാല്യൂസ് ആണ്. സോ നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാവരും ഷെയർ ചെയ്യുന്ന വാല്യൂസ് എന്താണ്? സ്റ്റൈൽ, മാനേജ്മെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്താണ്? ചില സമയത്ത് നല്ല എംപ്ലോയീസ് ഉണ്ടെങ്കിലും മാനേജ്മെന്റിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ പോരെങ്കിൽ ആ എംപ്ലോയീസിന് പണിയെടുക്കാൻ തോന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. എന്താ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വേർ ദ മാനേജ്മെന്റ് വിൽ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ്. മാനേജ്മെന്റ് വിൽ മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. മാനേജ്മെന്റ് വിൽ സെറ്റ് themselves as the example. പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. Then comes staff, നമ്മുടെ എംപ്ലോയീസ്. ആൻഡ് സ്കിൽ, എബിലിറ്റീസ് ഓഫ് ദ എംപ്ലോയീസ് ടു ഡു അവർ. സ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ സ്കില്ല് വളർത്തുന്ന ട്രെയിനിങ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കണം. സോ സ്കില്ല് ബിൽഡ് ചെയ്യണം. സോ എന്തൊക്കെയാണ് സോഫ്റ്റ് എലമെന്റ്സ്? ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കില്ല്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കൻസി 7S മോഡൽ. വൺസ് അഗൈൻ മെക്കൻസി. ഈ മോഡൽ ഉണ്ടാക്കിയതാണ് മെക്കൻസി ആണ്. നെക്സ്റ്റ്, ഈ മോഡൽ എന്തുകൊണ്ട് 7S എന്ന് വിളിച്ചു? കാരണം ഇതിനകത്തുള്ള 7 എലമെന്റ്സും S വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 7 എലമെന്റ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഹാർഡ് എലമെന്റ്സ്, ഒന്ന് സോഫ്റ്റ് എലമെന്റ്സ്. ഹാർഡ് എലമെന്റ്സ് എന്ന് പറയുന്ന കാരണം എന്താണ്? Because they are very easily identifiable and they are controlled by the management. They are easily identifiable and they are controlled by the management. ഇതിന് എന്തിനാ സോഫ്റ്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്? It is difficult to identify, it is difficult to define, and it is culture driven ആണ്. ഇത് culture driven. സോഫ്റ്റ് എലമെന്റ്സ് are intangible, they are culture driven, they are governed by culture. മറ്റേത് മാനേജ്മെന്റ് തീരുമാനിക്കും, ഇതെന്റെ കൾച്ചർ തീരുമാനിക്കും. ഓക്കെ ആണോ? യെസ്. എന്തിനാണ് നമ്മൾ ഈ മോഡൽ പഠിക്കുന്നത്? കാരണം ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാമെന്നാണ് ഈ മോഡൽ പറയുന്നത്. സോ മെക്കൻസി പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞ 7 ഐറ്റംസ് എന്തൊക്കെയാണ്? 7 ഐറ്റംസ്: സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റാഫ്, സ്കിൽ, പിന്നായിരുന്നു സ്റ്റാഫ്, സ്കില്ല്, ഷെയർഡ് വാല്യൂസ്, ഏതോർമ്മ മിസ്സായല്ലോ, സ്റ്റൈൽ. ഈ പറഞ്ഞ 7 എലമെന്റ്സ് നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഹാവ് effectiveness in your organization. You will be able to have effectiveness in organization. Am I clear to you? Yes. എന്താണ് സാർ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? എടാ നമ്മൾ ഈ പറഞ്ഞ 7 എലമെന്റ്സിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എക്സ്റ്റേണൽ ആണോ? എക്സ്റ്റേണൽ അല്ല, ഇതൊക്കെ ഇന്റർണൽ എൻവയോൺമെന്റാ. സ്ട്രാറ്റജി, സ്റ്റാഫ് ഒക്കെ ഇന്റർണൽ എൻവയോൺമെന്റാ. സോ ദിസ് മോഡൽ is completely ignoring the external environment. Don't you think external environment will have an impact on your organization? External environment example, the micro environment, macro environment, പഠിച്ചിട്ടില്ലേ? പെസ്റ്റൽ അനാലിസിസ് ഓർക്കുന്നുണ്ടോടാ? യെസ്. പൊളിറ്റിക്സ് ബിസിനസിനെ ബാധിക്കില്ലേ? യെസ്. സോഷ്യൽ കൾച്ചർ ബിസിനസിനെ ബാധിക്കില്ലേ? യെസ്. ടെക്നോളജി ബിസിനസിനെ ബാധിക്കുന്നില്ലേ? യെസ്. പക്ഷെ ഇവൻ അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? മെക്കൻസി 7S മോഡൽ ഇല്ല. മെക്കൻസി 7S മോഡൽ is only talking about the internal environment. It's completely ignoring the external environment. That is the first difference, first disadvantage. Second,
ഇറ്റ് ഇസ് മോർ സ്റ്റാറ്റിക് ആൻഡ് ലെസ് ഫ്ലെക്സിബിൾ. ഇതിനകത്ത് പറഞ്ഞ 7 ഐറ്റംസ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ട. ഇറ്റ്സ് മോർ സ്റ്റാറ്റിക്, ഡൈനാമിക് അല്ല, ലെസ് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ഇത് എന്തിനുള്ള മോഡലാണ്? ഓർഗനൈസേഷൻ എങ്ങനെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാം. പക്ഷേ ഈ മോഡൽ കൃത്യമായിട്ടും ഇത് പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ക്ലിയർലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. എന്താണ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് എന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ടുവരാമെന്നോ ഈ പറഞ്ഞ മോഡൽ കൃത്യമായിട്ടും പറയുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ മിസ്സിംഗ് ഓഫ് ദ റിയൽ ഗ്യാപ്സ് ഇൻ കോൺസെപ്ച്വലൈസേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ശരിക്കും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഈ മോഡൽ പറയുന്നില്ല. സോ എന്തൊക്കെയാണ് 4 ഡിസഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 7 എലമെന്റ്സും ഇന്റേണൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ആണ്. സ്ട്രാറ്റജി ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, സ്കിൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഇന്റേണൽ ആണ്. സോ ദിസ് മോഡൽ ഈസ് കംപ്ലീറ്റ്ലി ഇഗ്നോറിംഗ് ദ external environment. So we know external environment is having a great impact on the ബിസിനസ്. പക്ഷേ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ ഈ പറഞ്ഞ മോഡൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഈ സ്ട്രാറ്റജിക് എക്സിക്യൂട്ട് ഉണ്ടാകുന്ന റിയൽ ഗ്യാപ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ചും കൂടി സ്റ്റാറ്റിക് ആണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആണ് എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ഈ മോഡൽ. പക്ഷേ ഈ മോഡൽ കൃത്യമായിട്ടും ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആണോ എന്ന് പറയത്തുമില്ല. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ മെക്കൻസി 7S മോഡൽ. സോ വി ആർ ഡൺ വിത്ത് 5 topics out of 12. Next we are going to learn strategic change. എന്താണ് മക്കളെ സ്ട്രാറ്റജിക് ചേഞ്ച് അല്ലെ? സ്ട്രാറ്റജിക് ചേഞ്ച് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ. സ്ട്രാറ്റജിക് ചേഞ്ച് കുഞ്ഞു ടോപ്പിക്കാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് ചേഞ്ച്. ഓക്കെ, എന്താണ് സ്ട്രാറ്റജിക് ചേഞ്ച്? എടാ ഒന്നുമില്ല, നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ പിന്നെ ആ സ്ട്രാറ്റജി മാറ്റത്തില്ലേ? എൻവയോൺമെന്റ് ചേഞ്ചസ് ഒന്നും ഇല്ല, ഞാൻ മാറ്റത്തില്ല, ഞാൻ ഉള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി ഞാൻ പിന്നെ മാറ്റത്തില്ല, അങ്ങനെയാണോ? അല്ല, എൻവയോൺമെന്റ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം. സോ വാട്ട് ഈസ് സ്ട്രാറ്റജിക് ചേഞ്ച്? ചേഞ്ചിങ് യുവർ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി. പിന്നെ come up with a new strategy, bringing out new strategy. Why are you changing your existing strategy? Because of changes in the environment. Environmental change വന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി റിമൂവ് ചെയ്യാണ്, പുതിയൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാണ്. എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി റിമൂവ് ചെയ്യാണ്, പുതിയൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാണ്. സോ ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി, ബ്രിങ്ങിങ് ഔട്ട് ദ ന്യൂ സ്ട്രാറ്റജി ബിക്കോസ് ഓഫ് ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജിക് ചേഞ്ച്. സോ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹൗ ടു മാനേജ് സ്ട്രാറ്റജിക് ചേഞ്ച്? അല്ലെങ്കിൽ ഇഷ്യൂസ് ഇൻ ദ സ്ട്രാറ്റജിക് ചേഞ്ച്, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് സ്ട്രാറ്റജിക് ചേഞ്ച്. ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ദ ചേഞ്ച്. ആദ്യം ചേഞ്ച് കൊണ്ടുവരണമെന്ന് നമുക്ക് തോന്നണം. പിന്നെ ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ ടു മാനേജ് ചേഞ്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ ചേഞ്ച്. നമ്മളൊരു സ്ട്രാറ്റജിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ സ്ട്രാറ്റജി മാറ്റാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എംപ്ലോയീസ് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ്. സോ ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ദ ചേഞ്ച്. ഇപ്പൊ ചേഞ്ചിന്റെ ആവശ്യമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. നോക്കുക, നിങ്ങളുടെ പ്രസന്റ് കൾച്ചർ നമ്മൾ പുതിയ സ്ട്രാറ്റജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലോ നോക്കുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഡയഗ്നോസ് വിച്ച് പാർട്ട് ഓഫ് ദ കൾച്ചർ ഇസ് സ്ട്രാറ്റജിക് സപ്പോർട്ടീവ് ആൻഡ് നോട്ട്. സെക്കൻഡ് വൺ, ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ. വാട്ട് യു മീൻ ബൈ ഷെയർഡ് വിഷൻ? ദാറ്റ് ഈസ് സംതിങ് കോൾഡ് വിഷൻ ഷെയർഡ് ആൻഡ് ഷെയർഡ് വിഷൻ. ഇതിൽ ഏതാണ് സാർ നല്ലത്? ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ഏതാണ് സാർ നല്ലത്? ഒബ്വിയസ്ലി ഷെയർഡ് വിഷൻ ആണ് നല്ലത്. സാർ എന്താണ് സാർ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? വിഷൻ ഷെയർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു വിഷൻ ഉണ്ട്, ഞാനത് വന്നിട്ട് എല്ലാവരോടും ഷെയർ ചെയ്യണം. വിഷൻ ഷെയർഡ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു വിഷൻ ഉണ്ടാക്കുവാണ്. ഒരു വിഷൻ ഉണ്ടാക്കുവാണ്. ഇതിനാണെന്ന് വിളിക്കുക ഷെയർഡ് വിഷൻ. അപ്പൊ ഇതിൽ ഏതാണ് നല്ലത്? ഞാനൊരു വിഷൻ എടുത്ത് നിങ്ങളോട് അടിച്ചേൽപ്പിക്കുന്നതാണോ നല്ലത്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു വിഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണോ നല്ലത്? സാർ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു വിഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സോ വിഷൻ ഷെയർഡിനെക്കാളും ഏറ്റവും നല്ലത് ഷെയർഡ് വിഷൻ ആണ്. സോ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും നല്ലത് എന്താണ്? ഷെയർഡ് വിഷൻ ആണ്. സോ ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ ആൻഡ് ലാസ്റ്റ് വൺ, ബ്രിങ് ദ ചേഞ്ച്. സോ ഫസ്റ്റ് എനിക്ക് തോന്നണം ചേഞ്ച് കൊണ്ടുവരണം. രണ്ട്, എല്ലാവർക്കും തോന്നണം ചേഞ്ച് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവർക്കും തോന്നിയാൽ ബ്രിങ് ദ ചേഞ്ച്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ ചേഞ്ച്. ആദ്യം എനിക്ക് തോന്നണം ചേഞ്ച് കൊണ്ടുവരണം, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ദ ചേഞ്ച്. ഓക്കെ, ഇനി എല്ലാവരും കൊണ്ട് തോന്നിപ്പിക്കണം ചേഞ്ച്. ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ, എല്ലാവർക്കും തോന്നണം, എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ക്രിയേറ്റ് എ ഷെയർഡ് വിഷൻ. നൗ ബ്രിങ് ദ ചേഞ്ച്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ ചേഞ്ച്. ഇതല്ലാതെ കേർട്ട് ലൂയിൻ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടേതായ രീതിയിൽ എങ്ങനെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സ്റ്റെപ്പ് ഉണ്ട്. അൺഫ്രീസിങ്, ചേഞ്ചിങ്, റീഫ്രീസിങ്. എന്താണ് അൺഫ്രീസിങ്, ചേഞ്ചിങ്, റീഫ്രീസിങ്? എന്തൊക്കെയാണ് മക്കളെ? അൺഫ്രീസിങ്, ചേഞ്ചിങ്, റീഫ്രീസിങ്. അൺഫ്രീസിങ് മീൻസ് മേക്കിംഗ് ദ ഓർഗനൈസേഷൻ aware that there is a necessity of change. ആദ്യം ചേഞ്ച് ഷുഡ് നെവർ എവർ കം ആസ് എ സർപ്രൈസ്. ആരോടും ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ ചേഞ്ച് കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ലീഡ് ടു സോഷ്യൽ ഡിസ്ട്രക്ഷൻ, മൊറൽ ലോവറിങ് എക്സെട്ര. സോ അൺഫ്രീസിങ് ചെയ്യുക. ആദ്യം അവരെ ഒന്ന് തണുപ്പിക്കുക, ഒന്ന് സെറ്റാക്കിപ്പിക്കുക. അൺഫ്രീസിങ് എന്താണ്? മേക്കിംഗ് ദ ഓർഗനൈസേഷൻ അവെയർ ഓഫ് ദ നെസസിറ്റി ഓഫ് ദ ചേഞ്ച്. വൺസ് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് വൺസ് പതുക്കെ ചേഞ്ചസ് പതുക്കെ കൊണ്ടുവരാം. ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് HC കെൽവൻ, ആരാണ് മക്കളെ? HC കെൽവൻ. ഇയാളുടെ പേര് ഓർത്ത് വെച്ച്, കാരണം ഇയാളുടെ പേര് വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. HC കെൽവൻ പ്രപ്പോസ് ചെയ്ത 3 പോയിന്റ്സ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കംപ്ലയൻസ്, ഐഡന്റിഫിക്കേഷൻ, ഇന്റർണലൈസേഷൻ. എന്തൊക്കെയാണ്?
കംപ്ലയൻസ് ഐഡന്റിഫിക്കേഷൻ ഇന്റർണലൈസേഷൻ. അതൊക്കെയാണ് കംപ്ലയൻസ് ഐഡന്റിഫിക്കേഷൻ ഇന്റർണലൈസേഷൻ. സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ചേഞ്ച് കൊണ്ടുവരണം, അതിനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണ്? കംപ്ലയൻസ്. എന്താ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്ട്രാറ്റജി. എന്താണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്ട്രാറ്റജി? സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ചേഞ്ച് ഞാൻ കൊണ്ടുവരും, ആ ചേഞ്ച് ഞാൻ കൊണ്ടുവരുന്ന ചേഞ്ച് നിങ്ങൾ അനുസരിച്ചാൽ ഐ വിൽ ഗിവ് യു റിവാർഡ്, അനുസരിച്ചില്ലെങ്കിൽ ഐ എം ഗോയിങ് ടു പണിഷ്മെന്റ്. സോ ഞാൻ പണിഷ്മെന്റ് തരുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ ആണോ? നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തഡാണ് എടുത്തിട്ടുള്ളത്. കംപ്ലയൻസ് എന്താണ്? ഹോംവർക്ക് തരും, എന്നിട്ട് ഹോംവർക്ക് തന്നിട്ട് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ്, അടി, ക്ലാസ് നിന്ന് പുറത്ത്. അപ്പൊ ഇത് പേടിച്ചിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യാറില്ലേ? അത് തന്നെയാണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്ട്രാറ്റജി. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ അടുത്ത് ടീച്ചേഴ്സ് വന്നു ഉത്തരം പറയുവാണെങ്കിൽ ഞാൻ ഒരു മഞ്ച് വാങ്ങിത്തരാം, ഉത്തരം പറഞ്ഞു ഞാൻ മന്തി വാങ്ങിത്തരാം. പണ്ടൊക്കെ മഞ്ചാണെങ്കിൽ ഇപ്പം മന്തി, ക്വാർട്ടർ അൽഫാം അതൊക്കെ കാണിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ചില ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കാറുള്ളത്. സോ കംപ്ലൈൻസ്, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്ട്രാറ്റജി. മനസ്സിലായോ? നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ മീൻസ് വി വിൽ ഐഡന്റിഫൈ വൺ റോൾ മോഡൽ ഹൂസ് ബിഹേവിയർ യു ആർ ലൈക്ലി ടു അഡോപ്റ്റ്. നിങ്ങളുടെ റോൾ മോഡൽസിനെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. അവർ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, അവൻ ആക്സെപ്റ്റ് ചെയ്ത് അവന് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, ഞാനും റെഡിയാണ്. അതാണ് ഐഡന്റിഫിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഇന്റർണലൈസേഷൻ. ഇന്റർണലൈസേഷൻ മീൻസ് ഗിവിംഗ് ദ ഫ്രീഡം ടു adjust the new environment. So നിങ്ങൾ എന്തുകൊണ്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങളുടെ ചേഞ്ചിങ് ദ തോട്ട് പ്രോസസ് ഓഫ് ദ എംപ്ലോയീസ്, അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് സേ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കമ്പനി മാനുവലി ഉള്ള എൻ്റെ കമ്പനി ഫുള്ളി ഓട്ടോമേറ്റഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി മാറ്റാണ്. ഇത്രയും കാലം മാനുവലാണ് ചെയ്തത്, ഇനിയിപ്പോൾ ഞാൻ ഓട്ടോമേറ്റഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഒബ്വിയസ്ലി എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്യുന്നത്? കാരണം അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവർക്ക് പേടിയുണ്ട്. സോ ഞാൻ അവരോട് കാര്യം പറയണം, നിങ്ങൾക്ക് കമ്പ്യൂട്ടേഴ്സ് പഠിക്കാൻ 6 മാസം സമയം തരും വിത്ത് ശമ്പളം. 6 മാസം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ട്രെയിനിങ് തരും വിത്ത് ശമ്പളം. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്തില്ലെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾ പുറത്താക്കുന്നുള്ളൂ. സോ ഗിവിംഗ് ദ ഫ്രീഡം ടു ലേൺ ആൻഡ് അഡോപ്റ്റ് ദ ന്യൂ എൻവയൺമെന്റ്, അതാണ് ഇന്റർണലൈസേഷൻ. ആൻഡ് ലാസ്റ്റ് ഓൺ റീഫ്രീസിംഗ്. വൺസ് വി ചേഞ്ച് ടു ന്യൂ സ്ട്രാറ്റജി വി ഹാവ് ടു പ്രോപ്പർലി മോണിറ്റർ ദാറ്റ് നോബഡി ഈസ് അഗെയിൻ സ്ലിപ്പിംഗ് ബാക്ക് ടു ദ ഓൾഡ് സ്ട്രാറ്റജി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്ട്രാറ്റജിക് ചേഞ്ച്. സോ we are done with the എത്രാമത്തെ പോയിന്റ് മക്കളെ? 1 2 3 4 5 6 6 പോയിന്റ്സ് ആയി. നമ്മൾ 12-നകത്ത് 6 പോയിന്റ്സ് ആയിടാം. 12-നകത്ത് 6 പോയിന്റ്സ് ആയി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന SPM ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. SPM ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇത് രണ്ടും നമ്മുടെ പുതിയ സിലബസിനകത്ത് വന്ന ടോപ്പിക്സ് ആണ്. SPM ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോടാ? യെസ്, let's start with ഏതാ വേണ്ട? ഏതാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? SPM വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? SPM നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ചെയ്താലോ? അതല്ലേ നല്ലത്. കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, കാരണം ന്യൂ സിലബസിൽ വന്ന ടോപ്പിക് ആണല്ലോ. സോ ഒരു കാര്യം ചെയ്യാം, SPM സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. എന്താണ് മക്കളെ SPM എന്ന് പറഞ്ഞാൽ? സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. ഇതേ കിട്ടി. സോ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, പിന്നെ എന്തായിരുന്നു? മേക്കിംഗ് നെസസറി കറക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്സ്. പഠിച്ചോർക്കുന്നുണ്ടോ? നമ്മൾ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സുകളാണ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. നമ്മുടെ സ്ട്രാറ്റജിയുടെ പെർഫോമൻസിന്റെ മെഷറിംഗ്. യു ആർ മെഷറിംഗ് പെർഫോമൻസ് ഓഫ് യുവർ സ്ട്രാറ്റജി. ഞാൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തു, അതാണ് സ്ട്രാറ്റജിക് പെർഫോമൻസ്. സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിക് പെർഫോമൻസ്. ഇനി ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എനിക്ക് ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണെന്ത്? സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ്. ഓക്കെ ആണോടാ? സോ ഇതിനകത്ത് കുറച്ച് കീ വേർഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ കീ ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങളുടെ സ്ട്രാറ്റജി ശരിക്കും വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, അതോ നിങ്ങളുടെ സ്ട്രാറ്റജി ഫെയിലർ ആണോ എന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. സോ ഫസ്റ്റ് കീവേഡ് എന്താണ്? ഇറ്റ്സ് എ കീ ഇൻഡിക്കേറ്റർ ദാറ്റ് ദ ഓർഗനൈസേഷൻ യൂസ് ടു ട്രാക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് സ്ട്രാറ്റജി. നീ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി അത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ, നീ വിചാരിച്ച റിസൾട്ട് നിനക്ക് കിട്ടിയോ, അതോ നീ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി ഒരു അട്ടർ ഫെയിലർ ആയിരുന്നോ എന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ത്? SPM. സോ SPM എന്ന് പറയുന്നതാണ് കീ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ദ ഓർഗനൈസേഷൻ യൂസ് ടു ട്രാക്ക് the effectiveness of strategy. They are the key indicators that the organization use to track the effectiveness of strategy. Okay ആണോ? ഫൈൻ ആണോ? യെസ്. ഇത് എന്തിനാണ് നമ്മൾ എന്തിനാണ് ആക്ച്വലി സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇട്ട സ്ട്രാറ്റജി, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്തിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? കാരണം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റെക്ടിഫൈ ചെയ്യാം അല്ലെ? റെക്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ശരിയല്ലടാ? യെസ്. സോ നമുക്ക് once again try to understand this topic. It's a very simple topic. Strategic performance measures. Okay anoda? Fine ano? Yes. Just a second makkale, just a second.
ചെറിയൊരു ബ്രേക്ക് എടുത്തത് വെള്ളം കുടിക്കാൻ പോയതാ. ഓക്കെ, സെറ്റ്. സോ വി ആർ അഗൈൻ ബാക്ക് ടു ദ ടോപ്പിക് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ്. സോ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ് എന്താ നമ്മൾ പറയുന്നത്? കീ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു ട്രാക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ട്രാറ്റജി. കീ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു ട്രാക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ എന്നാണ്. എടാ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി കറക്റ്റ് ആണോ കൂടി അറിയണ്ടേ? യെസ്. സോ ദിസ് പെർഫോമൻസ് മെഷേഴ്സ്, these measures will, strategic performance measures are the measures will measuring the performance of the strategy. SPM, measuring the performance of the strategy. Okay, take a deep breath. അർത്ഥം പിടിച്ചു കേട്ടോ. യാ, സോ ഞാൻ പറയാം, പിടിച്ചോ. Okay, SPM is a method that increases line executives understanding of an organization's strategic goals and offers a continuous system for tracking the progress towards these objectives using clear-cut performance measures. എന്താ ഉദ്ദേശിക്കുന്നത്? സി, നമ്മുടെ ലൈൻ എക്സിക്യൂട്ടീവ്സ്, അതായത് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന മാനേജേഴ്സ് ഒക്കെ ഇല്ലേ? യെസ്. ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്ന മാനേജേഴ്സ് ഇല്ലേ? യെസ്. ദേ വോണ്ട് ടു നോ വെദർ ദേ ആർ ആക്ച്വൽ, അവർ പണിയെടുക്കണം, അവർ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. സോ ദേ വോണ്ട് ടു നോ വെദർ വാട്ട് എവർ ദേ ആർ ഡൂയിങ്, whether it is actually helping the organization to achieve the objectives or not, whether they are actually helping the organization to achieve their objectives or not. So whatever they are doing, whatever strategies they are implementing in their field, whether these strategies are actually reaping profit, whether they are actually reaping the benefit to the organization, they want to know. So ഈ ലൈൻ എക്സിക്യൂട്ടീവ്സിന് അവർ ചെയ്ത വർക്കൊക്കെ ശരിക്കും കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? യൂസിങ് ദീസ് മെഷേഴ്സ്. ഐ വിൽ ഹെൽപ്പ് യു. ഇവിടെ ടോട്ടൽ 6 മെഷേഴ്സ് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ മെഷേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം കമ്പനിയുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്, കമ്പനിക്ക് ഇൻവെസ്റ്റ് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഓൾ ദീസ് ഗിവ്സ് യു ആൻ financial measures. So before strategy, after strategy. After I implement strategy, company revenue growth and company return on investment, company profit and in that means your strategy is performing in a good way. Strategy is performing in a good way. All these provides understanding of organizations financial performance and its ability to generate profit. So നമ്മുടെ സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് മെഷർ ഉള്ള ഫസ്റ്റ് ടൂൾ എന്താണ്? ഫിനാൻഷ്യൽ മെഷേഴ്സ്. സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം എൻ്റെ റവന്യൂ ഗ്രോത്ത് ചെയ്യുന്നുണ്ടോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനിക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നുണ്ടോ. ഓൾ ദീസ് ഗിവ്സ് യു ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. നെക്സ്റ്റ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സി, വി ഓൾ നോ ദാറ്റ് നമ്മൾ ആമസോണിലായിക്കോട്ടെ, നമ്മൾ ഊബറിൽ ട്രാവൽ ചെയ്ത് ചോദിക്കും 5 സ്റ്റാർ റേറ്റിംഗ് തരണേ. ആമസോണിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ ചോദിക്കും അവർ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് അല്ലേ? യെസ്. സോ കസ്റ്റമർ മെഷേഴ്സ് സച്ച് ആസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, customer retention, whether you are able to retain the customer loyalty, all this, whether you are able to retain the customers എണ്ണം കൂടുന്നുണ്ടോ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ. ചില സമയത്ത് നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മൾ അവർ റേറ്റിംഗ് ചോദിക്കുന്നത്. റേറ്റിംഗ് എന്തിനാണ് അവർ വാങ്ങുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ സ്ട്രാറ്റജി ദേ ഹാവ് ഇംപ്ലിമെന്റഡ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ, അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റ് മെഷേഴ്സ്. എന്താണ്? സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൂടി, കൂടുതൽ കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റി, കൂടുതൽ കസ്റ്റമേഴ്സ് അവരുടെ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞു. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ അടുത്തൊരു ഒരു ഹെയർ ഓയിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവർ ചോദിച്ചു, ഒരു ഫോം വന്നു, അത് ചോദിച്ചു എങ്ങനെയാണ് നമ്മളെ കുറിച്ച് അറിഞ്ഞത്? വാട്സപ്പ് അഡ്വർടൈസ്മെന്റ്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ്, ഫ്രണ്ട്സിന്റെ റെക്കമെൻഡേഷൻ. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ റെക്കമെൻഡേഷൻ ക്ലിക്ക് ചെയ്തു. സോ ദാറ്റ് ദേ വിൽ കം ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, കസ്റ്റമർ റെഫറൽ ത്രൂ ആണ് ഈ പ്രോഡക്റ്റ് കൂടുതൽ സെയിൽ ആവുന്നത്. ദാറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ ദ കമ്പനി. അപ്പൊ മാർക്കറ്റ് മെഷേഴ്സ്, അവർ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം അവിടെ മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, ദെൻ കംസ് എംപ്ലോയി മെഷേഴ്സ്. സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് അവരുടെ എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്ത് വെക്കാണ്ടോ, എംപ്ലോയി ടേൺ ഓവർ റേറ്റ് എന്താണ്, എംപ്ലോയി എൻഗേജ്മെന്റ്, വെദർ ദ എംപ്ലോയീസ് ഓവർ സ്റ്റാഫിംഗ് ആയിട്ട് വെറുതെ ഇരിക്കുകയാണോ, അത് അവരെല്ലാവർക്കും പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ. ഇന്നോവേഷൻ മെഷേഴ്സ്, സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എത്ര പൈസ ചെലവാക്കുന്നുണ്ട്, പുതിയതായിട്ട് എത്ര പേറ്റന്റ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് എത്ര പ്രോഡക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ബിഫോർ സ്ട്രാറ്റജി ഒരു വർഷത്തിൽ ഞാൻ 2 പ്രോഡക്റ്റ് ആയിരുന്നു ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ഞാൻ ഇപ്പോൾ ഓരോ വർഷം ഞാൻ 5 പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷോസ് that my strategy is performing well. And last one, environmental measures. See, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഇപ്പൊ ആ കമ്പനി എൻവയൺമെന്റിൽ എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പനി ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്,
കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ബിഫോർ സ്ട്രാറ്റജി, ആഫ്റ്റർ സ്ട്രാറ്റജി, നമുക്ക് നമ്മുടെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റുമോ, നമ്മുടെ വേസ്റ്റ് റിഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഓൾ ദീസ് ഷോസ് ദ ഓർഗനൈസേഷൻസ് ഇമ്പാക്ട് ഓൺ ദ എൻവയൺമെന്റ് ആൻഡ് ഇറ്റ്സ് എഫേർട്ട് ടു ഓപ്പറേറ്റ് ഇൻ സസ്റ്റൈനബിൾ മാനർ. സോ ടോട്ടൽ എത്ര മെഷേഴ്സ് ഉണ്ട്? ഫിനാൻഷ്യൽ മെഷേഴ്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സ്, മാർക്കറ്റ് മെഷേഴ്സ്, എംപ്ലോയ് മെഷേഴ്സ്, ഇന്നോവേറ്റീവ് മെഷേഴ്സ്, എൻവയറമെന്റൽ മെഷേഴ്സ്. എനിക്കൊരു കുട്ടിയുടെ മെസ്സേജ് സാർ, ഈ 6 എപ്പോഴും എനിക്ക് 5 ഓർമ്മ, ഏതെങ്കിലും ഒരെണ്ണം ഞാൻ മിസ്സായി പോകും സാർ, സോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥ ചൊല്ലട്ടുമാ, ഇരുന്ന് കേട്ടോട്ടാ. സോ സേ ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, നമ്മുടെ എൻവയൺമെന്റ് ആരുണ്ടാവുക? ഒന്ന് കസ്റ്റമർ ഉണ്ടാവും, ഒന്ന് എംപ്ലോയീസ് ഉണ്ടാവും. നമ്മുടെ എൻവയൺമെന്റ് ആരുണ്ടാവുക? കസ്റ്റമർ ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. സോറി വൺ സെക്കൻഡ്. നമ്മുടെ എൻവയൺമെന്റിലാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് ആരുള്ളത്? മാർക്കറ്റ് ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു എംപ്ലോയി ഉണ്ട്. കസ്റ്റമർക്ക് എന്ത് വേണം? നല്ല ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വേണം. ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് അവർ വാങ്ങി നമുക്ക് എന്ത് കിട്ടും? ഫൈനാൻസ് കിട്ടും. വൺ സെക്കൻഡ്. അപ്പൊ 6 പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എന്തൊക്കെയാണ്? ഒന്ന് എൻവയൺമെന്റ് ആരുള്ളത്? മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് കസ്റ്റമർ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് എന്ത് വേണം? ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വേണം. ആ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് അവർ വാങ്ങിയ കമ്പനിക്ക് എന്തും പൈസ കിട്ടും, ഫിനാൻഷ്യൽ മെഷേഴ്സ്. സോ 6 പോയിന്റ് അവിടെ കിട്ടില്ലേ? എൻവയൺമെന്റൽ മെഷേഴ്സ്. എൻവയൺമെന്റ് എന്താണത്? മാർക്കറ്റ് മെഷേഴ്സ്. മാർക്കറ്റ് ആരുള്ളത്? എംപ്ലോയീസ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സ്, എംപ്ലോയി മെഷേഴ്സ്. കസ്റ്റമറിന് എന്താ വേണ്ടത്? ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്, ഇന്നോവേഷൻ മെഷേഴ്സ്. അത് വാങ്ങിയ കമ്പനിക്ക് എന്തിട്ടും? ഫൈനാൻസ് കിട്ടും, ഫിനാൻഷ്യൽ മെഷേഴ്സ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷേഴ്സ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. Next, choosing the right SPM. This is very important. This question is there in your mock test paper. In the mock test paper, choosing the right SPM. And then on the relevance, data availability, data quality, data timeliness. First one, relevance. നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു എംപ്ലോയി സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കയറിയിട്ട് ഞാൻ ഫിനാൻഷ്യൽ മെഷേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, എൻ്റെ റവന്യൂ ഗ്രോത്ത് എത്രയാണ്, അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എനിക്ക് അവിടെ പിന്നെ റവന്യൂ ഗ്രോത്തും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ചായിട്ടുള്ള SPM വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. നിങ്ങളുടെ ഗോൾ എന്താണോ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന് റെലവെന്റ് ആയിട്ടുള്ള ഒരു SPM ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ അവൈലബിലിറ്റി. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് ഡാറ്റ ആണുള്ളത്, ആ ഉള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടി. ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി വാട്ട് ഇസ് ദ ഡാറ്റ അവൈലബിൾ ഇൻ ദ ഹാൻഡ്സ്. ആ ഡാറ്റ അവൈലബിൾ ആയ പോലെ ആ ഡാറ്റ എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. സോ ദ ഡാറ്റ ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. അതാണ് ഡാറ്റ ക്വാളിറ്റി. ആൻഡ് ഡാറ്റ ടൈംലെസ്. കറന്റ് ഡാറ്റ, അപ് ടു ഡേറ്റ് ഡാറ്റ ആയിരിക്കണം. ഇപ്പോഴത്തെ ഡാറ്റ കിട്ടണം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ CA ഇന്റർന് പഠിക്കുകയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ +1 +2 മാർക്ക് എടുത്ത് നോക്കിയിട്ട് കാര്യമുണ്ടോ? +1 +2 നിങ്ങൾ ഫുൾ A+ ആണ്, നിങ്ങൾ ഭയങ്കര സ്റ്റുഡീസ് ആണ്, അതിന്റെ ബേസിലേക്ക് നിങ്ങളുടെ ഇന്റർമീഡിയറ്റിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വെനെവർ യു ആർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ സ്ട്രാറ്റജി, യു നീഡ് കറന്റ് ഡാറ്റ. ഇപ്പോഴത്തെ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോടാ? യെസ് സർ. Next, advantages of SPM. I am expecting this question for the upcoming exam. This expectation ആണ്, sure ഇല്ല. Okay, so advantages of SPM എന്തൊക്കെയാണ്? ഒന്ന് goal alignment. It helps you align with the goals and objectives. See, if somebody is measuring our performance, we will be able to know whether we are actually moving towards the goal or we are moving away from the goal. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തിനാ ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? സോ ദാറ്റ് യു വിൽ ബി കമ്മിങ് ടു നോ വെദർ യു ആർ ആക്ച്വലി വർക്കിംഗ് ടുവേർഡ്സ് യുവർ ഗോൾ ഓർ വെദർ യു ആർ റണ്ണിംഗ് അവേ ഫ്രം ദ ഗോൾസ്, അല്ലെ? സോ ഗോൾ അലൈൻമെന്റ്. സോ ഈ സംബഡി ഈസ് മെഷറിംഗ് ദ സ്ട്രാറ്റജി, വി വിൽ ബി ഏബിൾ ടു നോ വെദർ വി ആർ ആക്ച്വലി അച്ചീവിംഗ്, വി ആർ നിയറിംഗ് ദ ഗോൾ ഓർ വി ആർ ഗോയിങ് ഫാർ അവേ ഫ്രം ദ ഗോൾ. ഓക്കെ, ദെൻ റിസോഴ്സ് അലോക്കേഷൻ. If somebody is measuring our performance, we will be able to know where we are supposed to allocate our resources. Sometimes what happens is we are allocating resources to the wrong area. That is the reason why we are not able to achieve our goals. So if somebody is measuring our strategy, we will be able to know whether we are actually allocating the resources at the right areas or not. Next, continuous improvement. Obviously, if somebody is measuring our performance, we can improve a lot. Say for example, ഇപ്പോൾ ക്ലാസ്സിൽ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്. സോ ദാറ്റ് വി കൻ ഇംപ്രൂവ്, അല്ലേ? സോ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി. ഒരു കമ്പനി ആരുടെ പൈസ വെച്ചിട്ട് ബിസിനസ് റൺ ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ, അല്ലേ? അപ്പൊ കമ്പനി ഈസ് റെസ്പോൺസിബിൾ, ഈസ് അക്കൗണ്ടബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. സോ കമ്പനി ഹാസ് ടു
ensure that company has to make sure that the shareholders are happy. അവരങ്ങനെ ഹാപ്പി ആക്കി വെക്കുക. അവരോട് പറഞ്ഞു അവിടെ ഫണ്ട് സേഫ് ആണ്, നിങ്ങൾ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പ്രോപ്പർ സ്ഥലത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ മെഷേഴ്സ് കാണിക്കണം അവർക്ക്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ മെഷേഴ്സ് കാണിക്കുക, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ റവന്യൂ ഗ്രോത്ത് ഒക്കെ കാണിക്കുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും അല്ലെ. സോ എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി, ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് ദ അക്കൗണ്ടബിലിറ്റി ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ എത്ര പോയിന്റ്സ് ഉണ്ട്? 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് ഏതൊക്കെയാണ്? റാഗി. എന്താണ് സർ റാഗി? റാഗി എന്ന് പറഞ്ഞാൽ ആർ ഫോർ റിസോഴ്സ് അലോക്കേഷൻ, എ ഫോർ അക്കൗണ്ടബിൾ, ജി ഫോർ ഗോൾ ആൻഡ് ഐ ഫോർ improvement. Sir, once again, sir. R for resource allocation, A for accountability, G for goal, I for improvement. Okay, Anoda? Fine, Anoda? Yes, sir. This is all about SPM. Once again. ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടി SPM എന്ന് പറയാം. എടാ strategic performance measure. Strategic performance measure. Nothing, you are measuring the performance of your strategy. You are measuring the performance of your strategy. See, we want to know, it's not about implement the strategy. We have to evaluate it, whether it is actually helping the organization to achieve the goals or not. So strategic performance measures, the key indicator which an organization used to trace the effectiveness of the strategy. നമ്മുടെ strategy effective ആണോ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന key indicator ആണെന്ത്? strategic performance measure. എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? 6 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഫിനാൻഷ്യൽ മെഷേഴ്സ്. സോ ഫസ്റ്റ് വൺ എൻവയറമെന്റൽ മെഷേഴ്സ്, പിന്നെ നമ്മുടെ മാർക്കറ്റ്, പിന്നെ അതിൽ കസ്റ്റമർ, പിന്നെ അതിനകത്ത് എംപ്ലോയി, പിന്നെ ഒരു ഇന്നോവേഷൻ മെഷേഴ്സ്, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ മെഷേഴ്സ്. അതിൽ നമ്മൾ ഫിനാൻഷ്യൽ മെഷേഴ്സ് പറഞ്ഞു, നമ്മുടെ കമ്പനി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കമ്പനിയുടെ റവന്യൂ കൂടുന്നുണ്ട്, ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ എംപ്ലോയീസ് ഹാപ്പിയാണ്, ടേൺ ഓവർ റേറ്റ് കുറയുന്നുണ്ട്, എംപ്ലോയി ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, അങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. മാർക്കറ്റ് മെഷർ, നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടുന്നുണ്ട്, കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്ട്സ് മറ്റുള്ളവരോട് റെഫർ ചെയ്യുന്നുണ്ട്, കസ്റ്റമർ പുതിയതായിട്ട് അക്വയർ ആവുന്നുണ്ട്, പുതിയ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി മെഷർ, നമ്മുടെ കാർബൺ എമിഷൻ കുറയുന്നുണ്ട്, നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വേസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദാറ്റ് മീൻസ് അവർ സ്ട്രാറ്റജി ഈസ് വർക്കിംഗ് ഔട്ട്. പിന്നെ ഇന്നോവേറ്റീവ് മെഷർ, നമുക്ക് പുതിയ പ്രോഡക്ട്സ് ഈ വർഷം കൂടുതലായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെൻഡിങ് കൂട്ടിയിട്ടുണ്ട്. ഓൾ ദി ഷോസ് the performance of your strategy. Okay, Anoda? Okay, Ano? Yes. So we are done with 7 topics out of 12 topics. Correct, Anoda? Correct. എവിടെ പോയി നമ്മുടെ ലിസ്റ്റ്? ദേ കിടക്കുന്ന ലിസ്റ്റ്. SPM. So next we are going for the 8th topic, and this is the last topic of the part 1. നമ്മുടെ റിവിഷൻ വീഡിയോയിലെ part 1 ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഏതാ ഡിസ്കസ് ചെയ്യേണ്ടത്? ഓ മൈ ഗോഡ്, നമ്മൾ സ്ട്രാറ്റജി കൾച്ചർ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 11 ടോപ്പിക് അല്ലല്ലോ, 12 ഇല്ലല്ലോ, 11 ടോപ്പിക്കേ ഉള്ളൂ. ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് 11 ടോപ്പിക്കിൽ നമ്മൾ 7 ടോപ്പിക് കഴിഞ്ഞ് വേറെ നമുക്ക് 4 ടോപ്പിക്സ് ഉള്ളൂ. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഫോർ ദ ഡേ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് 1 വീഡിയോനകത്ത് ചാപ്റ്റർ 5 റിവിഷനകത്ത് പാർട്ട് 1 ലാസ്റ്റ് ടോപ്പിക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ന്യൂലി ആഡഡ് ടോപ്പിക് ഇൻ അവർ May 24 സിലബസ്. സോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, യെസ്. സി, ഇതിന്റെ ഹെഡിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മൊത്തം ചേഞ്ച് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതിന്റെ ഹെഡിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ്, പക്ഷേ ഇതിനകത്ത് പറഞ്ഞുള്ള എല്ലാ ടോപ്പിക്സും ചേഞ്ച് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട. ദിസ് ഇസ് പക്ക ബൈഹാർട്ടിംഗ് ടോപ്പിക് ആണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളൊരു 4 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ബൈഹാർട്ട് അടിച്ചാൽ ഇതിനകത്ത് ഒരു കേസ് സ്റ്റഡി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി കേസ് സ്റ്റഡി വന്നാലും ആ കേസ് സ്റ്റഡി അവസാനം ചെയ്യുമ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ? എടാ, എന്റെ ബിസിനസ്, സി, ഇത്രയും ദിവസം നീ നിന്റെ ബിസിനസ് എങ്ങനെയാണ് നടത്തിയത് എന്നതല്ല ചോദ്യം. ഇനി നീ എങ്ങനെയാണ് നടത്താൻ വേണ്ടി പോകുന്നത്? Okay, we are going to bring a transformation in our business. How? We are going to use digital technologies. We are going to do digital technologies to develop fresh, improved, entirely new company procedure. So just forget about the conventional way of conducting the business. നീ ഇത്രയും കാലം എങ്ങനെയാണ് ബിസിനസ് നടത്തിയത് അത് ഇവിടെ ചർച്ചയല്ല, അത് ഇവിടെ ചോദ്യമേ അല്ല. ഇനി നീ എങ്ങനെയാണ് ബിസിനസ് നടത്താൻ വേണ്ടി പോകുന്നത്? ഇനി നീ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവർത്തികൾ, നീ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ സർവീസുകൾ you are going to do with the help of digital technology. So digital transformation is nothing but it is a process of organizational change. It's a process of organizational change. We are going to bring a change within the organization. How? By using technology. By using the technology, we are going to create value
value to our customers, to our employees, to all the stakeholders. So what is digital transformation? It is a process of organizational change. എടാ നോക്കി നിൽക്കാതെ എഴുത്, ആ പോയിന്റ് നമ്മുടെ ഇതിനകത്തല്ല, ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് ആണ്, എഴുതിക്കോ. So it is a process of organizational change. എങ്ങനെ? By using technology. We are going to bring a change within the organization. എങ്ങനെയാടാ? By using technology. By using technology, we are going to create value to the customers, to the employees, to the stakeholders. To the customers, to the employees, to the stakeholders. Okay, digital transformation. See, even though, say for example, ഞാൻ ഒരു ബിസിനസ്മാനോട് പറയാണ്, സി നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, സോ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി വരും, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എഫിഷ്യൻസി കൂടും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ പുള്ളി പറയും യെസ് സർ, വളരെ വളരെ ശരിയാണ്, നമ്മുടെ ടെക്നോളജി വളരെ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഒരുപാടുണ്ട്, ഈ അഡ്വാൻസ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നാൽ ബിസിനസ്സിൽ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഫുൾ ഡിജിറ്റലൈസ് ചെയ്താലോ? അപ്പോൾ പുള്ളി ഒരു വേണ്ട സാർ. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് സാർ? കാരണം ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉള്ള പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അപ്പോൾ ആ സമയത്ത് ചെറിയൊരു നഷ്ടം വരും, അത് പേടിയാവും ഇവർക്ക്. കാരണം ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ബിസിനസ്സിൽ എംപ്ലോയീസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യും. സോ ഇപ്പം ബിസിനസ് അത്യാവശ്യം നന്നായിട്ട് പോവാണ് സാർ, ഇനി സാർ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് എൻ്റെ ബിസിനസ് മൊത്തത്തിൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് സാർ, അതുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ ഞാൻ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് അവർ പറയും. സോ ഇവിടെയാണ് ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ റോൾ വരിക. സോ ചേഞ്ച് മാനേജ്മെന്റ് വിൽ ഹെൽപ്പ് ദ കമ്പനീസ് ടു ഇംപ്ലിമെന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ എ സ്മൂത്ത് വേ. എന്താണ് ചേഞ്ച് മാനേജ്മെന്റ് വിൽ ഹെൽപ്പ് ദ കമ്പനി ടു ഇംപ്ലിമെന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ? എവിടെ എഴുതി നോക്കാം മക്കളെ? Change management will help to implement digital transformation. Will help to implement digital transformation. So എന്താണ് സർ ചേഞ്ച് മാനേജ്മെന്റ്? ഇറ്റ്സ് എ പ്രോസസ് or set of tools and best practices used to manage changes in the organization. ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് കൊണ്ടുവരും, അത് പ്രോപ്പർലി മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചേഞ്ച് കൊണ്ടുവരുന്നത് വല്ല ബെനിഫിറ്റും പ്രതീക്ഷയാണ്, ബെനിഫിറ്റ് ഉണ്ടാവില്ല, കൂടുതൽ ഡിമെറിറ്റ്സ് മാത്രമേ ഉണ്ടാവും. സോ യു ഹാവ് ടു മാനേജ് ദ ചേഞ്ച് പ്രോപ്പർലി ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്. ഓക്കെ ആണോ? യെസ്. ഇവിടെ നമുക്ക് എത്ര ടോപ്പിക് ചോദ്യം പഠിക്കാനുണ്ട്? ഫസ്റ്റ് വൺ, ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ മാനേജിങ് ചേഞ്ചസ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്. ദെൻ how to manage change. So basically രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണ്. ഹൗ ടു മാനേജ് ചേഞ്ച്. ഓക്കെ, ഒന്ന് ജനറൽ ഇത്രയേ ഉള്ളൂ, ഹൗ ടു മാനേജ് ചേഞ്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ ടു മാനേജ് ചേഞ്ച് ഇൻ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്. ഹൗ ടു മാനേജ് ചേഞ്ച് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു ഹൗ ടു മാനേജ് ചേഞ്ച് ഇൻ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്. ഓക്കെ ആണോ? സോ രണ്ട് ക്വസ്റ്റ്യൻ സംവാട്ട് സിമിലർ ആണ്. ഇഫ് ഇൻ ദ എക്സാം ഇഫ് ദേ ആർ സിംപ്ലി ആസ്കിംഗ് ഹൗ ടു മാനേജ് ചേഞ്ച്, റൈറ്റ് ദിസ് വൺ. ഓക്കെ, ഇഫ് ദേ ആർ ആസ്കിംഗ് ഹൗ ടു മാനേജ് ചേഞ്ച് ഇൻ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസ്, റൈറ്റ് ദിസ് വൺ. ഓക്കെ ആണോ? ഫൈൻ ആണോ? യെസ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഒന്ന് റെഫർ ചെയ്തിട്ട് താഴോട്ടേക്ക് വരാം. ഓക്കെ ആണോ? യെസ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. എവിടെയാണ് സർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ? ദേ വന്നു. സോ ഫസ്റ്റ് വൺ, ഹൗ ടു മാനേജ് ചേഞ്ച്. സി, ഞാൻ എൻ്റെ ബിസിനസ് മൊത്തം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോകണം. സോ ഐ നീഡ് എൻ ഒബ്ജക്റ്റീവ്. വെൻ ഐ എം ഡിജിറ്റലൈസിങ്, വാട്ട് ഈസ് മൈ ഒബ്ജക്റ്റീവ്? Without objective, you are not supposed to do anything. So first point is specify the digital transformation objective. എൻ്റെ ബിസിനസ്സിനെ മൊത്തം ടെക്നോളജി വെച്ച് റീപ്ലേസ് ചെയ്യണം. ഐ എം ഗോയിങ് ടു യൂസ് മാക്സിമം ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജീസ് വെച്ചിട്ട് എൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് അതേ പ്രൊസീജിയേഴ്സ് ഞാൻ ടെക്നോളജി വെച്ച് ചെയ്യാൻ വേണ്ടി പോകണം. സോ ഇങ്ങനെ ടെക്നോളജി വെച്ച് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്. ഓക്കെ, പിന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന കാര്യം യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ എംപ്ലോയീസ്, അല്ലെങ്കിൽ അവർ റെസിസ്റ്റ് ചെയ്യും. സോ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ്. Always communicate. It might be challenging for the people to accept the change and adjust to it. Ensure that you routinely and honestly discuss these objectives of the digital transformation and how they will affect the stakeholders. See, whatever change you bring, whether it is for the good or bad, people will resist. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നല്ലത് പറയാനും മോശം പറയാനും ആൾക്കാരുണ്ടാവും. ശരിയല്ലേ? സോ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോട്ട് ബ്രിങ് ദ ചേഞ്ചസ് എ സർപ്രൈസ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരരുത്. ഓക്കെ, ഒറ്റയടിക്ക് കൊണ്ടുവരരുത്. സോ ഗ്രാജുവലി പതുക്കെ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരുന്നതിന് വളരെ മുന്നേ തന്നെ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് ടു ദ എംപ്ലോയീസ്. ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ്. സി, ഈവൻ ഇഫ് യു കമ്മ്യൂണിക്കേറ്റ്, യു ഷുഡ് ഗെറ്റ് റെഡി ഫോർ റെസിസ്റ്റൻസ്. ഈവൻ ഇഫ് ദ ചേഞ്ചസ് ഫോർ ബെറ്റർ, there will be few people who are going to resist the change. So be ready for the resistance and implement the change gradually. ഒറ്റയടിക്ക് ചേഞ്ച് കൊണ്ടുവരരുത്. at one go ചേഞ്ച് കൊണ്ടുവരരുത്. because bringing a change at one go will bring more problems to your organization than benefits. നിങ്ങളൊരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒറ്റയടിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? അവിടെ കൂടുതൽ പ്രശ്നങ്ങളാണ് വരിക. സോ ചേഞ്ചസ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഗ്രാജുവലി rather than
all at once. And finally, offer assistance and training. Obviously, നിങ്ങൾ ബിസിനസ്സിൽ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തു. So you have to train your employees how to use this technology. ശരിയല്ലേ? So what are the 5 points? Very, very simple point. First, എന്താ പറയുക, specify the objective. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ ഇന്റൻഡഡ് ഔട്ട്കം? And objective എന്താണ്? Okay, then you have to communicate. Always communicate to the people, communicate to the employees, because it's very challenging for the organization to communicate and convince the employees. Okay, and you should get ready for assistance. And the fourth one, you have to implement the change gradually. And finally, you have to offer assistance and training. Am I clear to you? Yes sir, got it sir. ഇനി ഇതേ ചോദ്യം, how to manage change in small and medium sized enterprise. First one, begin at the top. എടാ, see, in order to bring a change, ആദ്യം റെഡി ആവേണ്ടത് മാനേജ്മെന്റിൽ തന്നെ ഈ ചേഞ്ച് കൊണ്ടുവരാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ ബിഗിൻ അറ്റ് ദ ടോപ്പ്. You want a focused, invested, united leadership that is on the same page about the company's future. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന നമുക്ക് മാനേജ്മെന്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാനേജ്മെന്റ് ഷുഡ് ബി ഗെറ്റ് റെഡി. Management should be ready. Management should understand the benefit of this digital transformation. So begin at the top. Then ensure that change is both necessary and desired. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, sometime what happens is this management will bring the change at one go. പെട്ടെന്ന് കൊണ്ടുവരും. ഓ, ഡിജിറ്റലൈസേഷൻ അടിപൊളിയാണല്ലേ. സോ നിങ്ങളുടെ ബിസിനസ്സിൽ ഡിജിറ്റലൈസേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കില്ല. ഓ, ഡിജിറ്റലൈസേഷൻ ചെയ്താൽ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ, എന്നാൽ പിന്നെ ഡിജിറ്റലൈസേഷൻ ചെയ്യാം, ഒറ്റയടിക്ക് ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വിതൗട്ട് എ പ്രോപ്പർ സ്ട്രാറ്റജി, ഇഫ് യു ബ്രിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഇൻട്രൊഡ്യൂസിംഗ് ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അറ്റ് വൺ ഗോ, ടു മച്ച്, ടു ഫാസ്റ്റ്, പെട്ടെന്ന് കൊണ്ടുവന്നെന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബ്രിങ് മേജർ ഇഷ്യൂസ് ഡൗൺ ദ റോഡ്. ഒരുപാട് പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ ബിസിനസ്സിൽ. സോ നിങ്ങളുടെ കമ്പനിയുടെ പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാവണം ചേഞ്ചസ് കൊണ്ടുവരാൻ. സോ എൻഷുർ ദാറ്റ് ചേഞ്ചസ് ബോത്ത് നെസസറി ആൻഡ് ഡിസൈർഡ്. Reduce the disruption. Obviously, when you are bringing a change, employees are going to resist. How are you going to handle this? How are you going to reduce the disruption? Point number 1, getting the word out early and prepare for some interruption. അവരുടെ കാര്യങ്ങളൊക്കെ ആദ്യമേ പറയണം. അത് കൊണ്ടുവരാൻ വേണ്ടി പോകും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ഈ വർഷം വരുന്നു വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ ഒരു 2 വർഷം മുന്നേ മുതൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് അല്ലെ. സോ ഒറ്റയടിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ആദ്യമേ നമ്മൾ സംസാരിക്കണം. ഗെറ്റിംഗ് ദ വേർഡ് ഔട്ട് early and preparing for some interruption. Giving the staff member knowledge tool they need to adjust. സോ അവർക്ക് സ്റ്റാഫിന് അത്യാവശ്യം ട്രെയിനിങ് കൊടുക്കും. നമ്മൾ ഇങ്ങനെ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയെ കുറിച്ച് ട്രെയിനിങ് ഇപ്പോഴേ കൊടുത്തു തുടങ്ങാം. Creating an environment that encourages the transformation. You have to build an environment that will encourage the transformation. Sir, what do you mean by that? Say, for example, you can announce some bonus for those people who are ready to accept the change, so that the people will be ready to accept the change. Okay, so you are creating an environment that encourages the transformation. Empowering the change agents. And the change agents are those people who already accepted the change. See, in an organization, when you're going to bring a digital transformation, some people will accept, some people will not accept. So those people who accept the change, അവരാണ് നമ്മൾ ഇപ്പോൾ change agents എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, so empowering the change agents, അവർക്ക് നല്ല ബോണസ് കൊടുക്കുക, വിസിബിളി പ്രൈസ് ചെയ്യുക അവരെ. സോ എംപവറിംഗ് ദ ചേഞ്ച് ഏജൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എൻഷുർ ദ IT ഡിപ്പാർട്ട്മെന്റ് ഇസ് ഇൻഫോംഡ് ഓഫ് ദ ചേഞ്ച്. IT ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണം. കാരണം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഫുൾ ടെക്നോളജി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരാണ് സഹായിക്കുന്നത്? IT ഡിപ്പാർട്ട്മെന്റ്. സോ എൻഷുർ ദ IT ഡിപ്പാർട്ട്മെന്റ് ഇസ് ഇൻഫോംഡ് അബൌട്ട് ദ ചേഞ്ച്. Encourage communication. You have to communicate. ഇതാണ് നമ്മൾ നേരത്തെ പോയിന്റ്. ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ഇല്ലേ, അതിനാണ് ഇവിടെ പറഞ്ഞത്. Encourage communication. You have to communicate to the people who are most affected by this change. So you have to give them assurance that they are not in danger. So you have to effectively communicate. And finally, recognize that change is a normal thing and not an exception. See, ഇപ്പോൾ ഒരു ചേഞ്ച് വന്നു, അതിൻ്റെ അർത്ഥം ഇനി ചേഞ്ച് വരില്ല എന്നാണോ? ഇനിയും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ചേഞ്ച് ഇസ് എ സൈക്കിൾ പ്രോസസ്. ഇറ്റ് കീപ്സ് ഓൺ കമ്മിങ് അഗൈൻ ആൻഡ് അഗൈൻ. ആർ യു able to understand? Yes. So first point എന്ന് പറയുന്നത് begin at the top. നോക്കി എവിടെ പോയി ഇതാ, അയ്യോ ചാട്ട് ഇതേ വന്നു. എന്താ പറയുക? ഫസ്റ്റ് വൺ, begin at the top. Ensure the change is both necessary and desired. Reduce disruption. Encourage communication. Recognize that change is normal thing and not an exception. Okay ആണോടാ? ഫൈൻ ആണോ? യെസ്. നെക്സ്റ്റ് വീണ്ടും 2 ടോപ്പിക് ഉണ്ട്. അഗൈൻ സെയിം തിങ് ആണ്. റോൾ ഓഫ് ചേഞ്ച് മാനേജ്മെന്റ് ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ചേഞ്ച് മാനേജ്മെന്റ് റോൾ? ഫസ്റ്റ് വൺ, സ്പെസിഫൈ ദ പാരാമീറ്റേഴ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. സോ പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ചേഞ്ച് സ്ട്രാറ്റജി വിൽ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ,
Specify the parameters and goals of digital transformation. First one, specify the parameters and goals of. അപ്പോൾ എൻ്റെ ഗോൾ എന്താണ്? ഞാനിപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഗോൾ എന്താണ്? Specify the parameters and goal. Point number 2. Determine which procedures and tools needs to be modified. See, as we have said earlier, നമ്മൾ ഡിജിറ്റലൈസേഷൻ ഒറ്റയടിക്ക് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യില്ല, ഘട്ടങ്ങളായിട്ടാണ് ഡിജിറ്റലൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെ ടൂൾസ് ആണ്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിറ്റർമൈൻ വിച്ച് പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾസ് നീഡ്സ് ടു ബി മോഡിഫൈഡ്. Create a plan, make a plan. Involve the staff members in the transformation process. Involve the staff members. നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുക, സോ ദാറ്റ് അവരുടെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നാൽ ട്രാക്ക് ദ പ്രോഗ്രസ്. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മേക്ക് റിക്വയർഡ് കോഴ്സ് കറക്ഷൻ. വെരി സിമ്പിൾ ടോപ്പിക്, ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക, സ്പെസിഫൈ ദ ഗോൾ. ഓക്കെ, സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡ് വിച്ച് പ്രൊസീജിയേഴ്സ് നീഡ്സ് ടു ബി മോഡിഫൈഡ്. നമ്മൾ എല്ലാം ഒറ്റയടിക്ക് ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ല. സോ ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് പ്രൊസീജിയർ നീഡ്സ് ടു ബി മോഡിഫൈഡ്. അത് മോഡിഫൈ ചെയ്ത് പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക, സ്റ്റാഫിനെ കൂടി ഇൻവോൾവ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ട്രാക്ക് ദ പ്രോഗ്രസ്. ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് താഴെയും പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ് എന്തായിരുന്നു? സ്പെസിഫൈ ദ പാരാമീറ്റേഴ്സ് ആൻഡ് ഗോൾസ്. ഇവിടെ എന്താ പറഞ്ഞത്? ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് അതാണ് അവിടെ പറഞ്ഞത്, ഡിറ്റർമൈൻ വിച്ച് പ്രൊസീജിയേഴ്സ് നീഡ്സ് ടു ബി മോഡിഫൈഡ്. ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് അതാണ് ഇവിടെയും പറഞ്ഞത്. നോക്കിയത്, അസസിങ് ദ കറന്റ് സ്റ്റേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ഗ്യാപ്സ്. എടാ, എൻ്റെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഓൾറെഡി ചില ഏരിയാസ് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും, മറ്റ് ചില ഏരിയാസ് മാനുവൽ ആയിരിക്കും. സോ അസസ് ദ കറന്റ് സ്റ്റേറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് എന്താണ്? അസസ് ദ കറന്റ് സ്റ്റേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ഗ്യാപ്സ്. അവിടെ എന്താ പറഞ്ഞത്? മേക്ക് എ പ്ലാൻ. ഇവിടെ എന്താ പറയുക? ക്രിയേറ്റ് എ റോഡ് മാപ്പ് എന്ന് പറയുന്ന പ്ലാൻ. ക്രിയേറ്റ് എ പ്ലാൻ. ഓക്കെ, ആൻഡ് ഫൈനലി ഇംപ്ലിമെന്റ് ആൻഡ് മാനേജ് ദ ചേഞ്ച്. പ്ലാൻ ഉണ്ടാക്കിയാൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ആദ്യം ഡിഫൈൻ ദ ഗോൾ, അസസ് ദ കറന്റ് സ്റ്റേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ഗ്യാപ്പ്, ക്രിയേറ്റ് എ റോഡ് മാപ്പ്, ഇംപ്ലിമെന്റ്. ക്രിയേറ്റ് എ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പ്ലാൻ. റോഡ് മാപ്പ് എന്ന് പറയുന്നത് പ്ലാൻ. ഓക്കെ ആണോ? ആൻഡ് ഇംപ്ലിമെന്റ് ആൻഡ് മാനേജിങ് ദ ചേഞ്ച് അറ്റ് ദ every level of the organization. Okay, so this is all about digital transformation. Digital transformation at the മക്കളെ 4 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 4 ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, വെരി സിമ്പിൾ. സോ ആദ്യം ഈ 2 ക്വസ്റ്റ്യൻ്റെയും ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ആണ്. എന്താണ്? ഹൗ ടു മാനേജ് ചേഞ്ച്. ഒന്ന് ജനറൽ, ഒന്ന് ഹൗ ടു മാനേജ് ചേഞ്ച് സ്മോൾ ആൻഡ് മീഡിയം. സോ ഹൗ ടു മാനേജ് ചേഞ്ച്, ആദ്യം സ്പെസിഫൈ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. Okay, second one, always communicate. Even if you communicate, there will be some people who are going to resist. Be ready for the resistance. Implement gradually. Offer assistance and training. Okay, no? In medium size ആണ് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം begin at the top. Ensure the changes both necessary and decide. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? Reduce the disruption. Encourage communication. Recognize the change is normal and not an exception. Okay ആണോടാ? Yes. പിന്നെ ഒരു ചേഞ്ച് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? നമുക്ക് നല്ലൊരു ചേഞ്ച് മാനേജ്മെന്റ് സ്ട്രാറ്റജി, നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, സ്പെസിഫൈ ദ പാരാമീറ്റേഴ്സ് ആൻഡ് ഗോൾസ്. സെക്കൻഡ്, ഡിറ്റർമൈൻ വിച്ച് പ്രൊസീജിയർ നീഡ്സ് ടു ബി മോഡിഫൈഡ്. തേർഡ്, മേക്ക് എ പ്ലാൻ. ഇൻവോൾവ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. ഫൈനലി, ട്രാക്ക് ദ പ്രോഗ്രസ്. ഇംപ്ലിമെന്റ് ചെയ്തതിനാൽ യു ഹാവ് ടു ട്രാക്ക് ദ പ്രോഗ്രസ്. ഓക്കെ, നെക്സ്റ്റ്, ചേഞ്ച് മാനേജ്മെന്റിന്റെ 4 എസെൻഷ്യൽ എലിമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിഫൈനിങ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അസസിങ് ദ കറന്റ് സ്റ്റേറ്റ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഐഡന്റിഫൈങ് ദ ഗ്യാപ്സ്. തേർഡ് വൺ, ക്രിയേറ്റിംഗ് എ റോഡ് മാപ്പ്. Fourth one, implementing and managing the change at every level. Okay, if you are having any doubt in this topic, please do make sure that you can WhatsApp me and you can remove all your doubts. Okay, so this is all about our part 1 of chapter number 5 revision. So നമുക്ക് ഇനി എത്ര ടോപ്പിക്സ് പഠിക്കാനുണ്ട്? See, നമുക്ക് SM model, sculpture, structure, വെറും 3 ടോപ്പിക്കേ ഉള്ളൂ. It will be covered in our നമ്മുടെ നെക്സ്റ്റ് വീഡിയോനകത്ത്, നമ്മുടെ part 2 നകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. So this is all about part 1. Signing off, CA Sanjay. I hope you enjoy this video. If you like this video, please make sure നിങ്ങളുടെ ബെൽ ബട്ടൺ അമർത്തുന്നു, ഷെയർ ചെയ്യുന്നു, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു. Okay, so whether you like it or not, whatever you have, you can comment in the chat box, comment box. Okay, thank you. Signing off, CA Sanjay.